ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ കാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്ന വിഷയം കഴിഞ്ഞ ആഴ്ച കൊടും ചൂടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഉറക്കക്കുറവ് ഒരു പ്രശ്നമാണ്. അറിയാതെ എങ്ങാനും ഒന്ന് ഉണർന്നു പോയാൽ പിന്നെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലമായി മാറിയിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയം വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് വേണ്ടി സെൻസർ എടുക്കും. സെൻസർ എയർഫോഴ്സിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് ഇപ്പം ഇതുപോലെ പൊതുജീവിതമാണ്, കാര്യമല്ല ജോലിയുണ്ട് എങ്കിലും സോഷ്യൽ സർവീസ് എന്ന തലത്തിൽ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ഒരു വക്താവായി നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കും. എല്ലാവരും പ്രോഗ്രാമിൽ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം സെൻസാർ യുവർ വെൽക്കം. താങ്ക് യു സർ. ഒന്ന് ഗ്രൂപ്പിലൂടെ മെസ്സേജ് ഇടണേ സാർ, ഞാൻ ഇട്ടില്ല, മറന്നുപോയി. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ സെഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചു നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ചൂട് കാലത്ത് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഉറക്കം എങ്ങനെ ഒരു മരുന്നായി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. ശരിക്കും ഉറക്കം ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. നമ്മുടെ ഒരുപാട് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണവും കണക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എന്നാൽ ഇത്രമാത്രം അശ്രദ്ധയോട് കൂടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പില്ലേഴ്സ് ഓഫ് ഹെൽത്തിൽ വേറൊന്നും അങ്ങനെ വരുന്നില്ല. സോ ആ ഒരു ടോപ്പിക്ക് എങ്ങനെ അത് മരുന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു മരുന്നിന്റെ ആവശ്യം എന്ത് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. സ്ക്രീൻ ഷെയർ ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഇപ്പോഴോ? ഓക്കെ. ഓക്കെ, വന്നില്ലേ? വന്നു സാറേ. റൈറ്റ്. ഓക്കെ. സോ ഈ ഒരു മരുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നൊന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഉറക്കത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം. അപ്പൊ ആ ഒരുപാട് കാര്യങ്ങളിലേക്കല്ല, ഉറക്കം നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് ഞാൻ തുടങ്ങാം. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിക്ക് പല മാറ്റങ്ങൾ വരുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോഴും, അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ മയക്കം എന്നുള്ള ഒരു രീതിയിൽ ഉച്ചമയക്കം എന്നൊക്കെ പറയുന്ന പോലെ, അത് കൂടാതെ ഗാഠനിദ്ര അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ, ഇങ്ങനെ പല രീതിയിൽ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ സമയത്തും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പം റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, ആ ഒരു എങ്ങനെ നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആവുന്നു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം തന്നെ മസിൽ റിലാക്സേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ട്, ഉദാഹരണത്തിന് തുണി അലക്കുക, അതല്ലെങ്കിൽ ചിലപ്പോ പൊടിയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ രാവിലെ തുടങ്ങിയവർക്കായിരിക്കും ഈവൻ അടുക്കളയിലെ ജോലി തന്നെ, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരമെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ തോന്നുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ, സന്തോഷം തോന്നുന്ന ആൾക്കാരുമായിട്ടൊന്ന് സംസാരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് ആ സമയത്ത് റിലാക്സ് ആവുന്നത്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ റിലാക്സ് ആവുന്ന ശരീരത്തിന്റെ ആവശ്യകത എപ്പോഴും മുതലാണ് തുടങ്ങുന്നത്? അതിനെന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? നമ്മളിപ്പോൾ എല്ലാം സിംറ്റംസ് ഓറിയന്റഡ് ആയിട്ടാണ് കാണുന്നത്.
അങ്ങനെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്ഷീണം വരുമ്പോൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് മീൻസ് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരിക്കുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയാം, നമുക്ക് വിശ്രമം വേണം എന്നാൽ പണി തീർക്കാനുമുണ്ട്, അതിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ മസിൽ പെയിൻ തുടങ്ങും, ചിലപ്പോൾ ക്രാംസ് ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല അവസരങ്ങളിൽ ആൻഡ് അൾട്ടിമേറ്റ്ലി നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. ഈ കാര്യങ്ങളിലൊക്കെ ഈവൻ ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വർക്കിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് പോലും നമ്മളെ സംബന്ധിച്ച് വിശ്രമത്തിലേക്ക് എത്തിക്കും. ആ സമയത്ത് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ കണ്ണുകൾ അടച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. കണ്ണുകൾ അടച്ചും വിശ്രമിക്കാം, കണ്ണുകൾ അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഈവൻ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് ശരിക്കും അറിയുന്നുണ്ടാവും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്നുണ്ടാവും. ഈ ഒരു റെസ്റ്റിംഗ് മോഡ്, വിശ്രമിക്കുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ നേരം നമ്മൾ അതിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ, നല്ല ക്ഷീണമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് മയങ്ങിപ്പോകും. ഒരു 30 മിനിറ്റോ 45 മിനിറ്റോ ഒക്കെ ഒന്ന് മയക്കം വരാം. ഈ മയക്കവും അല്ല ശരിയായ ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിൽ നീണ്ട നേരം അല്ലെങ്കിൽ ആ സ്ലീപ്പ് സൈക്കിൾസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ്. ഉറക്ക ഇല്ലായ്മയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് എന്നാൽ ഉറങ്ങിയ പോലെ നമുക്ക് തോന്നുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഫ്രഷ് ആയെന്നൊരു തോന്നലില്ല, നല്ല ഉറക്കം കിട്ടി എന്നുള്ളൊരു തോന്നലില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ക്ഷീണം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് 11-11:30 ആകുമ്പോഴാണ് അവർക്ക് ഉറങ്ങാൻ തോന്നുന്നത്. അതും ചില പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ രാത്രിയിൽ മുഴുവൻ ഉറങ്ങിയ ഉറക്കം ഒട്ടും ശരിയാവാതെ അവരൊരു പക്ഷേ ഈവൻ ഒരു കൺസൾട്ടിങ് ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ് ജോബിലുള്ള ആളാണെങ്കിൽ അവർക്ക് വീണ്ടും ആ ഒരു സമയത്ത്, പ്രത്യേകിച്ചും രാവിലത്തെ സമയം തന്നെ ഉറക്കം വരികയാണ് ചെയ്യുക. ഊണ് കഴിച്ചിട്ടുള്ള മയക്കത്തിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ആൻഡ് ചിലപ്പോൾ ഈവൻ അവർ പെർഫോം ചെയ്യുന്നത് കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അണ്ടർ ആയിരിക്കും. അണ്ടർ പെർഫോം ചെയ്യുക എന്ന് പറയും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൂടാതെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ഈ ഉറക്കം ഒഴിവാവാൻ വേണ്ടിയിട്ട് കഫീൻ പോലെയുള്ള അല്ലെങ്കിൽ കാപ്പി, ചായ പോലെയുള്ള ചില ഡ്രിങ്ക്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് തോന്നും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയ്യോ ഉറക്കം മതിയായില്ലല്ലോ. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും 2 ഉണ്ടെങ്കിൽ തന്നെ ഷുവർ നിങ്ങൾ ഉറക്കം വളരെ കുറച്ച് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറക്കം വളരെ കുറച്ച് ഉള്ള ആളാണ്. സോ ഉറക്കത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജ് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും. സാധാരണഗതിയിൽ ബ്രെയിൻ ആക്റ്റീവ് ആവുന്ന സ്റ്റേജ് മുതൽ ബ്രെയിൻ ഇനാക്റ്റീവ് ആവുന്ന സ്റ്റേജിലേക്ക് വരെയുള്ള ഒരു സൈക്കിളാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് 1 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് ആണ് പറയുന്നത്. ഈ 10 to 15 മിനിറ്റ്സിൽ നമുക്ക് ഒരു ചെറിയ ഡ്രൗസിനെസ് അല്ലെങ്കിൽ ഒരു കണ്ണുകൾ അടഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു തണുത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും ശരീരം. അതുപോലെ തന്നെ ബ്രെയിനും ചിന്തകളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആവുന്നുണ്ടാവും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 15 മിനിറ്റിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റ് to 15 മിനിറ്റ് പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് ഒരു 15 to 35 മിനിറ്റ്സ് ആണ്. ഈ സമയത്ത് നമ്മൾ ഉറങ്ങാൻ തുടങ്ങിയത് മുതലുള്ള സമയമാണ് ടോട്ടൽ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ 15 to 30 മിനിറ്റ്സ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ആയി എന്ന് നമ്മുടെ ശരീരത്തിനോട് മനസ്സ് അല്ലെങ്കിൽ ഈ ബോധ മനസ്സ് പറയുന്നുണ്ടാവും. മൊത്തത്തിൽ നമ്മൾ ആക്ടിവിറ്റീസ്, കൈകാലുകളുടെ മൂവ്മെന്റ് ഒക്കെ പൂർണ്ണമായിട്ടും അങ്ങ് കുറയും, ഹേർട്ട് റേറ്റ് കുറയും, അതുപോലെ തന്നെ ബ്രീത്തിങ് നോർമൽ ആവും. നേരത്തെ ഉണ്ടായിരുന്ന ബ്രീത്തിങ് ഈവൻ ഇഫ് അത് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും പിന്നെ അത് കുറഞ്ഞു തുടങ്ങും. സ്റ്റേജ് 3 എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 45 മിനിറ്റ്സ് വരെയുള്ള സമയമാണ്. 45 to 70 മിനിറ്റ്സ് വരെ വേണമെങ്കിൽ ചില സ്റ്റേജിലൊക്കെ ഉണ്ടാവാം. ഇത് ടോട്ടൽ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. ഈ
മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ശരിക്കും ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. അവിടെ നമ്മുടെ ഒരു പതിയെയുള്ള ഉറക്കം, ഒരു മയക്കത്തിൽ നിന്ന് മാറിയിട്ട് ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ടോട്ടൽ ബോഡി ആക്ടിവിറ്റീസ് വളരെ പതുക്കെ ആവും, ഇൻക്ലൂഡിങ് ബ്രെയിൻ ആക്ടിവിറ്റീസ്. ഓക്കെ. ആൻഡ് സ്റ്റേജ് 4 എന്ന് പറയുന്നത് REM സ്റ്റേജ് ആണ്, റാപ്പിഡ് ഐ മൂവ്മെന്റിന്റെ സ്റ്റേജ് ആണ്. ഈ REM സ്റ്റേജ് എന്ന് പറയുന്നത് 90 to 120 മിനിറ്റ്സിലാണ്, അല്ലെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിന് ഇടയിൽ, ആ സമയത്താണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അതല്ല ആദ്യത്തെ ഉറങ്ങാൻ കിടന്ന ഉടനെയാണെങ്കിൽ ഒരാൾക്ക് അത് 70 മിനിറ്റ്സ് ടു 100 മിനിറ്റ്സിനിടയിലും ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെ ടോട്ടൽ സൈക്കിൾ ഈ 4 സ്റ്റേജും കൂടിയതാണെങ്കിൽ ഒരാളുടെ ഉറക്കം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയുള്ള പല സൈക്കിൾ ആയിട്ടാണ് സംഭവിക്കുക. അപ്പോൾ ഒരാള് ടോട്ടൽ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഉറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് 4, 5, 6 സൈക്കിളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഈ REM സൈക്കിളില് ബ്രെയിൻ ആക്ടിവിറ്റി കൂടാൻ തുടങ്ങും. അവിടെയാണ് ഡെൽറ്റ വേവ്സിന്റെ ഒക്കെ മൂവ്മെന്റിനെ പറ്റിയിട്ട് ഈ ന്യൂറോ സയൻസ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രീംസ് ഒക്കെ ഉണ്ടാവാം, സ്വപ്നങ്ങൾ കാണാം. ഈവൻ ആ സ്വപ്നങ്ങളൊക്കെ പലതും വിവിഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പിന്നീട് അതിനെ ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവസാനത്തെ സൈക്കിളിലെ, അല്ലെങ്കിൽ ഇടയിൽ ഞെട്ടി ഉണർന്നാലുള്ള ആ ഒരു സമയത്തുള്ള സൈക്കിളിലെ ഏതെങ്കിലും സ്വപ്നത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. ആദ്യം കണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യം തന്നെ ഉണ്ടായിരുന്ന ചില സൈക്കിളുകളിലെ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്നൊന്നും ഒരുപക്ഷെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇതിനെ പറ്റി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഒരാളുടെ ടോട്ടൽ സ്ലീപ്പ് സൈക്കിൾ, അല്ലെങ്കിൽ ഒരാളുടെ ഒരു നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് അഗാധമായിരിക്കും, പല സ്ലീപ്പ് സൈക്കിളുകൾ കൂടിയതായിരിക്കും. ഈ സ്ലീപ്പ് സൈക്കിളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യത്തെ സ്ലീപ്പ് സൈക്കിള് 70 മിനിറ്റ് ആണെങ്കിൽ അവസാനം ആവുമ്പോഴേക്ക് 2 മണിക്കൂറുള്ള നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പോട് കൂടിയിട്ടുള്ള ഉറക്കമായിരിക്കും. സോ ഇതിന് ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്റ്റേജും, പ്രത്യേകിച്ചും 3ാമത്തെയും 4ാമത്തെയും സ്റ്റേജ്, അല്ലെങ്കിൽ REM സ്ലീപ്പും സ്റ്റേജ് 3യും വളരെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് ഉറക്കം പൂർണ്ണമായതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അഥവാ ആ 2 സ്റ്റേജും പൂർണ്ണമാവാത്തത് കൊണ്ട് നമുക്ക് തോന്നും ടോട്ടൽ 6 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും അയ്യോ, ഞാൻ ആകെ 2-3 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. ഇത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളിപ്പോ 2 മണിക്കൂർ ആ ഒരു ഞാനൊരു കാൽക്കുലേഷൻ വേണ്ടിയിട്ട് 2 മണിക്കൂറിന്റെ സ്ലീപ്പ് അവേഴ്സ് വെച്ചിട്ട് എടുക്കാം. ടോട്ടൽ 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള്, അയാള് ഒരു പക്ഷേ രാത്രിയിൽ ഇന്നത്തെ ദിവസം കിടക്കാൻ കുറച്ച് വൈകി. നോർമലി അയാൾ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 11 മണി മുതൽ 5 മണി വരെയാണ്. പക്ഷെ അയാൾ ഇന്നിപ്പോ ഉറങ്ങാൻ വൈകാൻ എന്തോ കാരണമാവട്ടെ. എനിവേ, സോ 12 മണി മുതൽ 5 മണി വരെയായി അയാളുടെ ഉറക്കം, അല്ലെങ്കിൽ 11:30 മുതൽ 5 മണി വരെ. അപ്പോൾ നോർമലി അയാളുടെ ഉറക്കത്തിന്റെ 2 മണിക്കൂറുള്ള സൈക്കിൾ എടുക്കുമ്പോൾ 3 സൈക്കിളാണ് അയാൾ സാധാരണ ഉറങ്ങാറ്. പക്ഷേ ഇന്നത്തെ ദിവസം അയാൾക്ക് എന്ത് പറ്റി? അരമണിക്കൂർ കുറവായിരുന്നു. സോ അവസാനത്തെ അരമണിക്കൂറിൽ അയാൾ അത് കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി? REM സൈക്കിളും അല്ലെങ്കിൽ സ്റ്റേജ് 3യും ഡീപ് സ്ലീപ്പും ഉള്ള സൈക്കിളുകളിൽ അവർക്ക് ആ സ്റ്റേജിൽ പൂർണ്ണമായിട്ട് അത് ഉറങ്ങിയ ഫീല് കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ആ ക്വാളിറ്റി സൈക്കിൾ കിട്ടില്ല. അദ്ദേഹത്തിന് തോന്നുന്നത് എന്റെ ഉറക്കം പൂർണ്ണമായിട്ടില്ല എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യും? അലാം ഓൺ ആണെങ്കിൽ പോലും അതിനെ ഒന്ന് സ്നൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. ഇതൊക്കെ നിങ്ങളിൽ പലർക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അയാള് ഒരു പക്ഷെ ആ 10-15 മിനിറ്റ് കൂടി ഉറങ്ങിയത് കൊണ്ട് അയാൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ, എന്നിട്ടും തൃപ്തിയാവാത്ത ഫീലിംഗ് ഉണ്ടാവാം. ഓക്കെ. സോ സ്ലീപ്പ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബാഡ് സ്ലീപ്പ്, നമ്മുടെ ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല സിസ്റ്റത്തിനെ പല രീതിയിലാണ്. ലൈക്ക് നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഡൈജഷൻ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം. ഇതിൽ ഓരോന്നിനെ പറ്റിയിട്ടും കുറച്ചുകൂടി ഡെപ്തിൽ ഞാൻ പറയാം, കാരണം നമ്മൾ ഇന്ന് മരുന്നിനെ തേടിയുള്ള പോക്കാണ്. എങ്ങനെയാണ് നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുക? ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അതിനെ ബ്ലോക്ക് ചെയ്യും. ഒത്തിരി കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മൾ
നെർവസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോഴാണ് ബ്രെയിനായാലും അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ, ന്യൂറോ മോട്ടോർ കോർഡിനേഷൻ എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകാലുകളുടെ ചലനം പോലും അതിന് അനുസരിച്ചാണ് ഉണ്ടാവുക, ബ്രെയിനിന്റെ ആക്ടിവിറ്റിക്ക്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ് സ്ലോ ഡൗൺ ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ചിലപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ ആ മെസ്സേജസ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പാസ് ആവാത്തത് കൊണ്ട് ആ ഒരു കോർഡിനേഷൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ലോ കോർഡിനേഷൻ. ഓക്കെ, ആക്സിഡൻസ് ഒക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാവും. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലോ ഏർലി മോർണിംഗോ ഉള്ള ആക്സിഡന്റുകൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. കാരണം എന്താ, അയാൾ ഒരു പക്ഷേ നേരത്തെ വന്നിട്ട് ഒരു 8 മണിക്കോ 9 മണിക്കോ ഒക്കെ അയാൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും. പക്ഷെ മുന്നിൽ നിന്ന് വരുന്ന പല ലൈറ്റുകളുടെയും, വണ്ടിയിൽ തന്നെ മുന്നിൽ നിന്ന് വരുന്ന പല ലൈറ്റുകളും കണ്ടിട്ട് അദ്ദേഹത്തിന് ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല. രാവിലെ 4 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ എഴുന്നേറ്റിട്ട് അയാൾ അഗൈൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അപ്പോഴും മുന്നിൽ നിന്നുള്ള ലൈറ്റിന്റെ പ്രശ്നം മാത്രമല്ല, ഈ കോർഡിനേഷന്റെ കുറവും അവിടെ ഉണ്ടാവാം. ന്യൂ ന്യൂറൽ പാത്വേസ് ആർ നോട്ട് ഫോം. നമുക്ക് എപ്പോഴും ഓർമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പല പാത്വേസും പോയി പുതിയ പല പാത്വേസും വരുന്നതുകൊണ്ടാണ്. മീൻസ് നമ്മുടെ ഇന്റലിജൻസും നമ്മുടെ ബ്രെയിൻ ആസ് എ ഹോൾ വർക്ക് ചെയ്യുന്നത് ഈ പുതിയ പുതിയ പാത്വേസ് ക്രിയേറ്റ് ആവുന്നതുകൊണ്ടാണ്. അതിലേക്ക് പുതിയ പാത്വേസിലേക്ക് നമ്മുടെ പഴയ ഇൻഫർമേഷൻ കൂടി ബ്രെയിൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഇൻഫർമേഷൻ ലോസ് ഉണ്ടാവുന്നില്ല, എന്നാൽ പുതിയതിന്റെ കൂടെ അതിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ പുതിയ പാത്വേസ് ഉണ്ടാവുന്നത് കുറയും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള എബിലിറ്റിയും അതുകൊണ്ട് കുറയും. മെന്റൽ എബിലിറ്റീസ്, ഇമോഷണൽ ഇംബാലൻസ്, അതുപോലെ തന്നെ ലോ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ നല്ല പോലെയുള്ള മാനസിക കഴിവ്, അതുപോലെ തന്നെ ബുദ്ധിപരമായ കഴിവ്, അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് ഉണ്ടാവണമെങ്കിൽ, ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒക്കെ വളരെ എഫക്റ്റീവാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ മറ്റു പലരോടും പറയാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളോട്. നല്ലപോലെ ഉറങ്ങിയാലേ അടുത്ത ദിവസം എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? രണ്ടാമത്തത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പല കുട്ടികളിലും രാത്രിയിലാണ് പനി കൂടുതൽ. എന്താ കാരണം? രാവിലെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ആക്ച്വലി ഇതിന് 2 റീസൺസ് ഉണ്ട്. ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ആസ് എ ഹോൾ അതവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. പല ഫോറിൻ ബോഡീസിനെയും, ബാക്ടീരിയ, ഫംഗസ്, ഇതുപോലെയുള്ള പല ഫോറിൻ ബോഡീസിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി കുറയും. ഈ കുറയുന്നതിന്റെ ഒരു സിംറ്റം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനി എന്ന് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ റിക്കവറി ടൈം കൂടും. ഉറക്കം ശരിയായി കിട്ടാത്ത ആൾക്കാരിൽ, അതാണ് ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷം പല ആൾക്കാരിലും റിക്കവറി ടൈം, പനി ചെറിയ പനി തന്നെയാ വന്നത്, കഴിഞ്ഞ വർഷം വന്നിരുന്ന പോലെ ഉള്ളൂ, പക്ഷെ ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിന്റെയും കൂടി പ്രശ്നം വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുതൽ സമയം എടുക്കുന്നുണ്ട് പനി മാറാൻ, അല്ലെങ്കിൽ കൂടിയ ഡോസുള്ള മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ട്. റിസൾട്ട്സ് ലോങ് ടേമില് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകുന്നുണ്ടാവും. ബട്ട് അതൊരു സിംഗിൾ മോസ്റ്റ് ഫാക്ടർ അല്ല. സോ അതുകൊണ്ട് ഞാനത് എഴുതിയില്ല. ബട്ട് ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് പ്രോബ്ലംസിന് തീർച്ചയായിട്ടും ഇതൊരു കാരണമാകുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് ശ്വാസകോശത്തിന്റെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ പ്രശ്നങ്ങളാണ് നമുക്ക് ആദ്യം മനസ്സിലാവുക. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ശ്വാസ തടസ്സം കൊണ്ടുണ്ടാവുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസസും, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അഗൈൻ ശ്വാസത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതും, ഇതിവിടെ ഒരു മ്യൂച്വൽ റിലേഷനിലാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. നമുക്ക് ആ പെട്ടെന്ന് ബ്രീത്തിങ് സ്റ്റക്കായ പോലെ തോന്നിയിട്ട് ഉണരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റീസണിലേക്ക് ചിലപ്പോഴൊക്കെ ഇത് എത്താറുണ്ട്. പിന്നെയുള്ള ഒന്നാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പല ഹോർമോണുകളും പല എൻസൈമുകളും ഉള്ള ഒരു സമയം, വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെ? അതിൽ പ്രത്യേകിച്ച് ഹങ്കർ ഹോർമോൺ, അതായ ഗ്രലിന്റെ പ്രൊഡക്ഷനുമായിട്ട് ഇതിന് ബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ വിശപ്പ് തോന്നാം, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. ഇതിനെ രണ്ടിന്റെയും നോർമൽ പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ആവും. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും കഴിച്ച ഒരു എഫക്റ്റ് ഇല്ലാതെ
തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും വിശക്കാം. ബ്ലഡ് ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസുലിൻ ഒരു ഹോർമോൺ ഉണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇൻസുലിന്റെ അളവ് വേണ്ടത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ എനർജി ഫുൾ ആയിട്ട് തോന്നില്ല. ഓക്കെ, ബ്രെയിൻ ആണ് കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന ഒരു അവയവം. സോ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന്റെ ആക്റ്റീവ്നെസ് കുറയും. അതുപോലെ തന്നെ ചില കേസുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും അനുഭവപ്പെടാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര അളവിൽ ഇൻസുലിൻ ഉണ്ട്, സ്റ്റിൽ നമ്മുടെ ബോഡി അതിനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ BP, ബ്ലഡ് പ്രഷർ, ഇൻഫ്ലമേഷൻ, ഇതൊക്കെ ബ്ലഡ് വെസലിനകത്ത് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല ഇഷ്യൂസും കൂടുതലാവാം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ്. എൻഡോക്രൈൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസപ്റ്റർ അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു പല ഹോർമോണുകളുടെയും ആക്റ്റീവ്നെസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഏത് ഹോർമോൺ ആണോ അവിടെ എഫക്റ്റ് ആവുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല റിസപ്റ്റേഴ്സും അവിടെ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഫങ്ഷനിങ് നടക്കില്ല. സോ ഹോർമോൺ പ്രൊഡക്ഷനെ, പ്രത്യേകിച്ച് കുട്ടികളിലുള്ള ഗ്രോത്ത് ഹോർമോണിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ടിഷ്യൂ ഡെവലപ്മെന്റ് കുറയാം. അത് കുട്ടികളിൽ മാത്രമല്ല, അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ അണ്ടർ വെയിറ്റ് ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഈവൻ ഓവർ വെയിറ്റ് ഉള്ളവരെ ആണെങ്കിലും അവരുടെ ഉറക്കം പാറ്റേൺ മാക്സിമം ഡിസ്റ്റർബ് ആയിരിക്കും. മേ ബി നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാവാം, ഇഷ്യൂസ് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൈറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവർക്ക് ആ ഒരു പ്രോബ്ലം തുടങ്ങിയത്, പിന്നീട് അത് മാറുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചില ഹോർമോൺസ് എടുത്തു പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അളവ് വേണ്ടത്ര രീതിയിലും ക്വാളിറ്റിയിലും വരണമെങ്കിൽ മോസ്റ്റ്ലി ഒരു 3 മണിക്കൂറെങ്കിലും അൺഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് വേണമെന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഉറക്ക പാറ്റേൺ ഒന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇവിടെ വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. കോർട്ടിസോളിന്റെ വേറൊരു കാര്യം എന്താണെന്ന് അറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇമ്മ്യൂണിറ്റിയിൽ രാവിലെ ആകുമ്പോൾ കുട്ടിയുടെ പനി മാറി കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് രാവിലെ 6 മണി ആ ഒരു സമയത്താണ് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ വീണ്ടും തുടങ്ങുക. ആ ഒരു കോർട്ടിസോൾ കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണിറ്റിയുടെ സപ്രഷനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മെലറ്റോണിൻ വേറൊരു ഹോർമോണാണ്. മെലറ്റോണിൻ ഉറക്കത്തിനെ സ്വാധീനിക്കുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണുകളിൽ ഒന്ന് കോർട്ടിസോളും മെലറ്റോണിനും തന്നെയാണ്. അതുപോലെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഇതൊക്കെയാണ് മേജർലി എഫക്റ്റ് ആവുന്നത്. ഒപ്പം ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹോർമോണുകൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒബിസിറ്റിയും മെറ്റബോളിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സും ലൈക്ക് ഡയബറ്റീസ്, ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ PCOS പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യും. സോ ഓൾമോസ്റ്റ് എവറി സിസ്റ്റം ഓഫ് ദ ബോഡി, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 6 സിസ്റ്റം വന്നു. സോ ഇങ്ങനെയുള്ള പല സിസ്റ്റത്തിനെ ഇത് എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടാവാം, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള, അതും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ, ഫൈബ്രോമയാൽഗിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഇൻസഫിഷ്യന്റ് സ്ലീപ്പ് ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരിൽ റിസ്കിന്റെ ഇത് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരിൽ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ പല രീതിയിൽ ഇൻക്ലൂഡിങ് ഇത് നമുക്ക് അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ആവിയിടുക അല്ലെങ്കിൽ യോണിംഗ് എന്ന് പറയും, ഈ ഒരു അവസ്ഥ കൂടുതൽ ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്ക് ഓക്സിജൻ ഡിപ്രൈവ് ആയി, ഓക്സിജൻ വേണ്ടത്ര അളവിൽ ഇല്ലാന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് എനർജി ടോട്ടലി വേണ്ടത്ര എനർജി ഇല്ലാന്ന് തോന്നുമ്പോഴാണ്. സോ എനർജി, വൈറ്റാലിറ്റി ഒക്കെ കൂടുതലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു
സ്ലീപ്പ് എന്ന് പറയുന്ന ഇഷ്യൂവിനെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്തേ പറ്റൂ. സോ ക്വാളിറ്റി സ്ലീപ്പ് എങ്ങനെ നമുക്ക് എടുക്കാം, അതാണ് ഇന്നത്തെ ഇനിയുള്ള സമയം പറയാൻ പോകുന്നത്. നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ട ക്വാളിറ്റി ഉറക്കത്തിൽ പ്രധാനപ്പെട്ട 5 ഫാക്ടർ ഉള്ളത്. ഈ 5 ഫാക്ടറിൽ ഒന്ന് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്കലി പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ കുറച്ചൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നല്ലാതെ പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് ആസ് എ ഹോൾ അതൊരു ലോഡഡ് ഗണ്ണാണ്. പക്ഷെ അതിന്റെ ട്രിഗർ ആരും അമർത്തിയിട്ടില്ല. ട്രിഗർ ആരാണ് അമർത്തുക? ട്രിഗർ എൻവയോൺമെന്റ് ആണ് അമർത്തുക. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ ഒരു ജെനറ്റിക്സ് ഉള്ള ശരീരത്തിനോട് ചെയ്യുന്നത് അതാണ് ഉണർത്തുക. വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയാം. ജെനറ്റിക്സ് ഇപ്പൊ ഹാർഡ്വെയർ ആണ്. ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്ന ആരാ? നമ്മളാണ്. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട നല്ല പരിതസ്ഥിതി ഉണ്ടാക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ്വെയർ കൊടുക്കുക വേണ്ടത്. സോ ജെനറ്റിക്സിൽ പല രോഗങ്ങളും ഉണ്ട്, ഇൻക്ലൂഡിങ് നാർക്കോലെപ്സി പോലെയുള്ള ചില അവസ്ഥകളിൽ ഉറക്കം ഇല്ല അല്ലെങ്കിൽ ഉറക്കം പൂർണ്ണമായിട്ടും ഡിസ്റ്റർബ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇത് തന്നെ വളരെ ചുരുക്കം ആൾക്കാരിലേ ഉള്ളൂ. അഫക്റ്റഡ് മദറും കാരിയർ ഫാദറും ഉണ്ടാവുമ്പോൾ അഫക്റ്റഡ് ചൈൽഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അഫക്റ്റഡ് മദറും അഫക്റ്റഡ് ഫാദറും ഉണ്ടാവുമ്പോഴും ഒക്കെ അഫക്റ്റഡ് ചൈൽഡ് ഉണ്ടാവും. അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രം ഉള്ളത് കൊണ്ട് കുട്ടിയിലേക്ക് അത് എത്തണമെന്നില്ല. നമ്പർ 1. നമ്പർ 2, ഈ ഒരു കേസിൽ പോലും നമ്മൾ ട്രിഗർ അമർത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ആരാണ് സ്വാധീനിക്കുക? എൻവയോൺമെന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഫാക്ടേഴ്സിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിർക്കാഡിയൻ റിതം. സിർക്കാഡിയൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. നിയർലി ടൈം ബോണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സിർക്കാഡിയൻ റിതത്തിലേക്ക് പോകുമ്പോൾ ബേസിക്കലി നമ്മളൊരു റിതമിക് വേയിലാണ് നമ്മുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ പോകുന്നത്. എൻവയോൺമെന്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നേരത്തെ ജെനറ്റിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ ജെനറ്റിക്സ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഈ ഒരു റിതത്തില് നമ്മൾ കറക്റ്റ് ആയിട്ട് പോയാൽ മതി. എങ്ങനെയാണ് റിതം വരുന്നത്? ബേസിക്കലി 6 മണി മുതൽ 6 മണി വരെയുള്ള, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകുന്നേരം 6 മണിക്ക് അസ്തമയം വരെയുള്ള ആ ഒരു സമയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. ബേസിക്കലി ഇവിടെ നമ്മുടെ റിയാക്ഷൻ ടൈമും നമ്മുടെ ബ്രെയിൻ പെർഫോമൻസും ഒക്കെ എഫക്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ സൺലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമാണ്. സൺലൈറ്റ് കൂടുന്നതിനനുസരിച്ച് കോർട്ടിസോളിന്റെ അളവ് കൂടും. അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ ആക്റ്റീവ്നെസ് കൂടും. സൺലൈറ്റ് കുറയുന്നതിനനുസരിച്ച് മെലട്രോണിന്റെ അളവ് കൂടും, കോർട്ടിസോൾ കുറയും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറങ്ങാനുള്ള ഒരു സമയം തുടങ്ങും. ഓക്കെ, ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പലതരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടല്ലേ. ഈ ലൈറ്റുകൾ ബേസിക്കലി ഉപയോഗിക്കേണ്ട പല ആൾക്കാരും ഓൾറെഡി ഉണ്ട്. ലൈക്ക് ഷിഫ്റ്റ് വർക്കേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ജെറ്റ് ലാഗ് വരുന്ന സമയത്തൊക്കെ ഈ റിതം ബ്രേക്ക് ആവാം. അതല്ലെങ്കിൽ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരത്തെ ഉറങ്ങും. പ്രായം കൂടിയ ആൾക്കാരിൽ വൈകുന്നേരം ഒരുപാട് പണികളില്ലെങ്കിൽ അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങും. അപ്പൊ അവരുടെ റിതം തുടങ്ങുന്നത് എപ്പോഴാണ്? രാവിലെ 4 മണിക്കോ 5 മണിക്കോ റിതം തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം മേ ബി ഒരു 8 മണിയാകുമ്പോഴേക്കും അവർ ഉറങ്ങി, അല്ലെ? ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ചില മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു സിർക്കാഡിയൻ റിതം തെറ്റാം. സോ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം അറ്റ്മോസ്ഫിയർ ഒന്ന് ശരിയാക്കിയാൽ മതി റിതം കറക്റ്റ് ആവണമെങ്കിൽ. ബെഡ്റൂം നോർമലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ബെഡ്റൂമിൽ തന്നെ നമ്മൾ TV വയ്ക്കുകയും ആ ബെഡ്റൂമിൽ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകം എടുത്തിട്ട് പോകാം, ലാപ്ടോപ്പ് എടുത്തിട്ട് പോകാം, എല്ലാം നമ്മൾ അതേ റൂമിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മളൊരു റിതമിക് വേയിൽ ഇൻക്ലൂഡിങ് നമ്മുടെ ബെഡ്റൂമുമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ഫ്രഷ് ആൻഡ് ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ നോ ഗാഡ്ജറ്റ്സ്, എന്ത് തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസും അതിനകത്തുനിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല കിടക്ക, കട്ടിൽ, സൗണ്ട് ഇല്ലാത്ത കട്ടിൽ, അതുപോലെ നല്ലൊരു പില്ലോ വേണമെങ്കിൽ പില്ലോ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാംനെസ്സും കംഫർട്ടും തരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ഗുണം ചെയ്യും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിതം വർക്ക് ചെയ്യുന്നതിന്റെ കുറച്ചുകൂടി
ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിഡ് നൈറ്റിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനനുസരിച്ച് അതിൽ മാറ്റം വരുന്നതും മെലറ്റോണിൻ സെക്രീഷൻ മാറുന്നതും ഒക്കെ നമ്മുടെ ഈ സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, സമയബന്ധിതമല്ല രാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലി സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ബ്രെയിൻ ഒരു ഓട്ടോമേഷനിലേക്ക് പോകും. ഓക്കെ, സോ വളരെ ചുരുക്കം മാത്രമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരിൽ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് വരിക. ഇവിടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി അല്ലെങ്കിൽ 8 മണി ആകുമ്പോഴേക്ക് വീണ്ടും കുറയുന്ന ആ ഒരു ഹൈറ്റിലേക്ക് പോയിട്ട് പീക്കിലേക്ക് പോയിട്ട് പിന്നെ അത് കുറയുന്ന ഒരു പാരബോളിക് ആണ് വരുന്നത്. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ കൂടും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി, പെയിൻ സെൻസിറ്റിവിറ്റി കുറയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രിയിൽ മുഴുവനും വേദനയായിരുന്നു, എന്നാൽ രാവിലെ ആകുമ്പോഴേക്കും വേദന കുറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാരിലെ കുറെ. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റെസ്റ്റിലാണെങ്കിൽ പോലും ഈ ഒരു കോർട്ടിസോളിന്റെ എഫക്റ്റ് ആണ് പെയിൻ കുറക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയായിരുന്നു, പിന്നെ അതങ്ങ് പോയി. ഓക്കെ, സെറോട്ടോണിന്റെ അളവ് കുറക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ടോട്ടലി ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യും, ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർട്ടിസോൾ ചെയ്യുമ്പോൾ നമ്മുടെ മെലറ്റോണിൻ ചെയ്യുന്നത് എന്താ, ഈ ഡേ നൈറ്റ് റിതം കൺട്രോളിൽ വയ്ക്കുന്നത് മെലറ്റോണിൻ ആണ്. സ്ലീപ്പ് പ്രൊമോഷൻ ചെയ്യും, ആന്റി ഓക്സിഡന്റ് ഡിഫൻസ്, അതുപോലെ തന്നെ ബോൺ ഗ്രോത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് രാത്രിയിലുള്ള റിപ്പയർ മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മെലറ്റോണിൻ ആണ്. ഓക്കെ, സോ ഈ ഒരു റിതമിക് വേയിൽ നമ്മൾ പോകുമ്പോൾ സിർക്കാഡിയൻ റിതം ശരിയാവുമ്പോൾ നമ്മുടെ ബോഡിക്ക് വളരെ കൂടുതൽ ഗുണം ചെയ്യും. സോ എൻവയോൺമെന്റ് ഓൾ ദാറ്റ് എഫക്ട്സ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. നല്ലൊരു എൻവയോൺമെന്റ് വയ്ക്കുക. ഇതിനാണ് ഞാൻ നേരത്തെ ആ ബെഡ്റൂമിനെ പറ്റി പറഞ്ഞത്. സോ എൻവയോൺമെന്റ് എത്രത്തോളം നന്നായിരിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ, മീൻസ് ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറോ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറോ ആണെങ്കിൽ നമ്മുടെ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പെർട്ടിക്കുലർലി ഹൈ ടെമ്പറേച്ചർ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുക. സോ അങ്ങനെയാണെങ്കിൽ AC പോലെയുള്ള കൺവീനിയൻസ് നമ്മൾ യൂസ് ചെയ്യുക. സൗണ്ട് കൂടുതലാണെങ്കിൽ, സൗണ്ട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, പുറത്തുനിന്നുള്ള വാഹനത്തിന്റെ സൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഇൻക്ലൂഡിങ് പാർട്ട്ണറിന്റെ കൂടെ കിടക്കുന്ന ആളിന്റെ കൂർക്കം വലിയുടെ സൗണ്ട് ആയാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ ലൈറ്റ്, പല ആൾക്കാരും ഒരു തെറ്റിദ്ധാരണയിലൂടെയാണ് പോകുന്നത് നൈറ്റ് ലാമ്പിനെ പറ്റിയിട്ട്. നൈറ്റ് ലാമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ബെഡ് ലാമ്പ് ഓൺ ചെയ്തിട്ട് കിടക്കുക. വളരെ തെറ്റാണത്. സാധാരണ ലൈറ്റിന്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്, ബ്ലൂ ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിക്ക് എഫക്ട് ചെയ്യുന്നത്. ഈ ബ്ലൂ ലൈറ്റ് ആണ് സൺലൈറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നതും. നമ്മളിപ്പോ LED ലൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ നീല വെളിച്ചമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. സോ ഇത് നമുക്കൊരു എഫക്റ്റ് കൊടുക്കുന്നത് എന്താണ്? സൂര്യൻ അസ്തമിച്ചിട്ടില്ല, സോ ഉറങ്ങാൻ സമയമായിട്ടില്ല എന്ന്. നമ്പർ 1. നമ്പർ 2, നൈറ്റ് ലാമ്പ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട യൂസ്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആവശ്യത്തിന് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് ലാമ്പ് ഉപയോഗിക്കുക. മീൻസ് ആ ഒരു ഹെവി ലൈറ്റിന്റെ സ്ട്രെസ് നമ്മുടെ കണ്ണുകളിലേക്ക് കൊടുക്കാതെ ഒന്ന് അതിനെ മന്ദീഭവിച്ചിട്ട് വേണം പിന്നീട് വേണം നല്ല ലൈറ്റിലേക്ക് പോകാൻ. ഓക്കെ, ഗാഡ്ഗറ്റ്സ്, പലതരത്തിലുള്ള ഗാഡ്ഗറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. സോ ചില ആൾക്കാരിലൊക്കെ ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ റൂം മാറിയിട്ട് വില്ലേജിൽ നിന്ന് പോയിട്ട് പട്ടണത്തിൽ പോയി താമസിക്കുന്ന ആളുകള് ഒക്കെ റൂം മാറി താമസിക്കേണ്ടി വരുന്ന സമയത്തും ചിലപ്പോഴൊക്കെ ഇത് എഫക്ട് ചെയ്യാം. പക്ഷെ ഒരു ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ, സമയത്തിന് ഉറങ്ങുന്ന ഒരു ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ ഒത്തിരി ദിവസങ്ങൾ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒന്നാണ് നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പേഴ്സണൽ ബിഹേവിയർ.
ഇതിലും എന്തൊക്കെയാണ് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ എഫക്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ലൈക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റം. ഓക്കെ, അതുപോലെ തന്നെ അത് ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാവരുത്, പ്രത്യേകിച്ച് നൈറ്റില്. ആൻഡ് ഓവർ നൈറ്റ് ഒരിക്കലും ഒരു തരത്തിലുള്ള ഇമോഷണൽ ഗ്രഡ്ജസും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. എന്താണോ അന്ന് സംഭവിച്ചത് അത് അന്ന് കഴിഞ്ഞു എന്നുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട്, പൂർണ്ണ മനസ്സോട് കൂടിയിട്ടല്ല, ഉത്തരവാദിത്തമാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, ഡയറ്റ് ആൻഡ് എക്സസൈസ്. നല്ല ഡയറ്റും നല്ല എക്സസൈസും അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന്, പ്രത്യേകിച്ച് ഉറക്കത്തിനെ സംബന്ധിച്ച് വളരെ ഗുണം ചെയ്യും. നല്ല ഡയറ്റ് എന്ന് പറയുമ്പോൾ ഡയറ്റ് പാറ്റേണിൽ കുറേ ഉണ്ട്, ഭക്ഷണത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാത്തിലേക്കും പോകുന്നില്ല. ചില കാര്യങ്ങൾ, രാത്രിയിൽ ഉറങ്ങുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. 7 മണിക്ക് 11 മണിക്ക് ഉറങ്ങുന്ന ഒരാൾ 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കുക. ഈ 7 മണിക്ക് ശേഷം വിത്തിൻ 3 to 4 hours ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ശരീരത്തിന് റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനും അവസരം കിട്ടൂ. ഓക്കെ, ആൻഡ് ഹൈ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഡിന്നർ ടൈമിൽ. ഇത് കഴിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ആ ഷുഗർ ക്രേവിങ്സ്, ഷുഗർ സ്പൈക്സ് കൊടുക്കുന്നത് കൊണ്ട് ശരീരത്തിന് അല്ലെങ്കിൽ ബ്രെയിനിന് ആ ഒരു ക്രേവിങ്സ് പിന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സ്പൈക്സ് കൊടുക്കുന്ന എന്തും രാത്രി കാലങ്ങളിൽ കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇത് പലപ്പോഴും നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗം തന്നെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സിഗരറ്റേ ഞാൻ വലിക്കാറുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിവേ, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ ഇതിനകത്ത് വരും. ഇതൊക്കെ നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് മാത്രമല്ല, പലതരത്തിലുള്ള ന്യൂറൽ ഇൻഫർമേഷൻസും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഇൻഫർമേഷണൽ ഇംബാലൻസസും കൂടിയാണ് കൊടുക്കുന്നത്. ആൻഡ് ഓവറോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഉറങ്ങാൻ എനിക്ക് പറ്റേ ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് അയാളുടെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, റീസെന്റ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുമുണ്ട്, കൺസൾട്ടേഷനിൽ കിട്ടിയിട്ടുമുണ്ട്. ബട്ട് എനിവേ, ഷീ ഈസ് ഇംപ്രൂവിങ് ടു മച്ച്. നല്ല രീതിയിൽ ഇപ്പോഴും റിക്കവർ ആവുന്നു. ഹെൽത്ത് കണ്ടീഷൻസ്, ചില ആൾക്കാരില് പെയിൻ, വേദനകൾ, പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാം. ഒരുപക്ഷെ ബോഡി പെയിൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ തലവേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചില വശം തിരിഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയറിന്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമുക്ക് സ്ലീപ്പ് ബുദ്ധിമുട്ടിലാവും. ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ ബ്രീത്തിങ് ഡിസ്റ്റർബൻസസ്, ഓൾറെഡി ആസ്മ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാവിലെ ഒരു 3 മണിക്ക് ശേഷമാണ് പ്രത്യേകിച്ചും ആസ്മയുടെ അറ്റാക്ക് വളരെ കൂടുന്നത് അദ്ദേഹത്തിന്. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ഉറക്കം പിന്നീട് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ സ്റ്റേജസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് സൈക്കിൾ, 4 സൈക്കിൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ആ സൈക്കിൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ സ്നോറിങ് പ്രശ്നങ്ങൾ, ലാക്ടേഷനും മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉള്ളവരിലും ഉറക്കം ഡിസ്റ്റർബ് ആവും. സോ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ 3-4 പ്രാവശ്യം എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ മെനോപോസിലേക്ക് എത്തുന്ന സമയത്തും ബുദ്ധിമുട്ടുണ്ടാവാം. മറ്റ് പല ഹെൽത്ത് ചലഞ്ചസും ഉണ്ട്, എല്ലാത്തിന്റെയും ഡെപ്തിലേക്ക് പോകുന്നില്ല. ബട്ട് ബേസിക്കലി ചില ഹോർമോണൽ ഇംബാലൻസസ് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ശരീരത്തിന് അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മാറിയേ പറ്റൂ. സോ ഇതിന് പലപ്പോഴും കാണുന്ന ഒരു പ്രതിവിധി എന്താണ്? പ്രത്യേകിച്ചും ഏജ് കൂടിയവരില് സ്ലീപ്പിംഗ് പിൽസ് യൂസ് ചെയ്യാന്നുള്ളത്, ഉറക്ക ഗുളികകൾ. പല രീതിയിൽ ഉറക്ക ഗുളികകൾ ഉണ്ട്. ഉറക്ക ഗുളികകൾ യൂസ് ചെയ്യാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എല്ലാ ഉറക്ക ഗുളികകളും എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് എഫക്റ്റും കൊണ്ടുമാണ് വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മെലറ്റോണിൻ പോലുള്ള ഹോർമോണൽ ടാബ്ലറ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്. അതിന്റെയും അളവിലും അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ, മെലറ്റോണിൻ നമ്മൾ എപ്പോഴാണ് ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. പക്ഷെ
മെലറ്റോണിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് 6 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു പീക്കിലേക്ക് പോയിട്ട് രാത്രി 12 മണിയാകുമ്പോൾ പീക്കിലേക്ക് പോയിട്ട് പിന്നെ അത് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയിൽ പിൽസ് വർക്ക് ചെയ്യേണ്ടി വരും. എനിവേ, ബട്ട് ജനറലി സ്ലീപ്പിംഗ് പിൽസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനകത്തുള്ള ഗാബ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യും, അതിന്റെ ശരിയായ പ്രവർത്തനത്തിനെ തടസ്സപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് ഒരു സ്ലീപ്പിനെസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന സ്ലീപ്പിനെസ് നമ്മുടെ ശരീരത്തിൽ താൽക്കാലികം മാത്രമായിരിക്കും. അതിനുശേഷവും നമുക്ക് ഈ സ്ലീപ്പ് സൈക്കിള് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത ദിവസവും നമുക്ക് അതിന്റെ ഉറക്കച്ചടവുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയാറുണ്ട് സ്ലീപ്പ് പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ബെസ്റ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ ബാക്ക് ആയിട്ട് കിടക്കുക, അതല്ലെങ്കിൽ സൈഡ് വേസ് കിടക്കുക. ഇതിൽ രണ്ടിലും എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാരം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്. പക്ഷേ തിരിച്ച് നമ്മൾ കമഴ്ന്ന് കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാരം പൂർണ്ണമായിട്ടും ഓർഗൻസിലേക്കാണ് വരുന്നത്. നേരത്തെ നട്ടെല്ലിനാണ് എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴെല്ലാം ഓർഗൻസിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ശരിയായ വഴി അല്ല. സോ ബാക്ക് ഓർ സ്ലൈഡ് സ്ലീപ്പിംഗ് ആണ് ശരിക്കും നല്ലത്, സ്റ്റൊമക് സ്ലീപ്പിങ്ങിനേക്കാളും നല്ലത്. അതുപോലെ തന്നെ സ്പൈൻ അലൈൻമെന്റ് നേരെ വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഈ മടങ്ങി ചുരുണ്ട് അല്ലെങ്കിൽ എന്താ നമ്മള് പ്രഗ്നൻസി സമയത്ത് എങ്ങനെയാണ് ഉണ്ടായത്, ആ ഒരു ചുരുണ്ട് കൂടിയ അവസ്ഥയിൽ കിടക്കുന്നത് പോലെ കിടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിട്ട് ഒരാൾക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോഴൊക്കെയാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരു പാറ്റേൺ അല്ലാതെ സ്പൈൻ നിവർത്തി വെച്ച് കിടക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഈവൻ ഒരു കോൺഫിഡൻസ് വരുവാണ് ചെയ്യുന്നത്. ആൻഡ് സൈഡ് സ്ലീപ്പിംഗ് സ്നോറിങ്ങും ഹേർട്ട് ബേൺ ഇഷ്യൂസ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ചില ഇഷ്യൂസും ഒക്കെ കുറക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാക്ക് പെയിനും കുറക്കുന്നുണ്ടാവും. നമ്മുടെ നെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെയിൻ കുറയാൻ വേണ്ടിയിട്ട്, നേസൽ കഞ്ചഷൻ കുറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും നല്ലത് ബാക്ക് സ്ലീപ്പിംഗ് ആണ്. പ്രധാനപ്പെട്ട ചില ടിപ്സ് എന്താണ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വ്യായാമം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു 30 to 45 മിനിറ്റ്സ് എവറി ഡേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. രണ്ടാമത്തത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു വഴിയൊന്നുമല്ല. പക്ഷെ നല്ലൊരു മെഡിറ്റേഷൻ, ഒരു ½ മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയതിന്റെ ഫീലിംഗ് കിട്ടും. മീൻസ് ഒരു 2 hours അല്ലെങ്കിൽ 1.5 hours ഉറങ്ങിയതിന്റെ ഒരു ഫീലിംഗ് കിട്ടും. റീഫ്രഷ് ആവും, എനർജൈസ് ആവും, നമ്മൾ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റെഗുലർ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യുക. സ്ലീപ്പ് സൈക്കിൾ എന്നല്ല, റെഗുലർ സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നോർമലി നമ്മൾ ഉറങ്ങുന്ന സമയം 11 മണിയാണെങ്കിൽ ഈ 11 മണി മുതൽ 5:30 വരെ എന്നുള്ള വാട്ട് എവർ ഇറ്റ് ഈസ് ആ ഒരു രീതിയിൽ എവറി ഡേ ഫോളോ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ശനി ഞായറും ഒഴിവുള്ള ദിവസങ്ങളും ഒക്കെ നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അലാം വയ്ക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു തെറ്റായ രീതിയാണ്. നമ്മൾ ഇൻഡയറക്ട്ലി ബ്രെയിനിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബെഡ്റൂം എൻവയോൺമെന്റ് അത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുക. അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉറക്കത്തിനുള്ള സ്വാധീനം എന്തൊക്കെയാണ് എന്ന് നമ്മൾ തന്നെ അവെയർ ആയിരിക്കുക. കാരണം നമ്മളാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ. ഉറക്കത്തിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടാക്കാനുള്ള, മോശം ഉറക്കത്തിന് രോഗം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ട്, അല്ലെ? ആ ഒരു സ്ലീപ്പ് ഡെപ്തോട് കൂടിയിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് ശരിയായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഹോർമോൺസും ഉണ്ട്, മൂഡ് ഹോർമോൺസ് തന്നെ, അതിൻ്റെയൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സെക്രീഷൻസ് ഉണ്ടാവും. ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആകെ മൊത്തം നമ്മുടെ ആരോഗ്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. താങ്ക് യു ആൻഡ് ബാക്ക് ടു പോസ്റ്റ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ?
ഹലോ, ഒരു ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും സാറ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് സാറ് പറഞ്ഞു നിർത്തിയത് നല്ല ഉറക്കത്തിന് രോഗങ്ങളെ മാറ്റുവാനുള്ള കഴിവുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു ഇന്നത്തെ ഈ ക്ലാസിന്റെ ജിസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ ഉറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. സർക്കാർ ജീവനക്കാരിലെ ഭൂരിഭാഗം പേരും ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ് ഇന്ന്. ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ ഉറങ്ങാതിരിക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത്, എല്ലാവരും ടെൻഷൻ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ് വളരെയധികം പ്രസക്തമാണ്. എല്ലാവർക്കും ഒന്നും കേൾക്കാനായിട്ട് പറ്റിയില്ല എങ്കിലും. അപ്പോൾ വളരെ നല്ല ചിന്തകളായിരുന്നു സാറ് പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഉറക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും നല്ല ഉറക്കം നേടുന്നതിന് ഈ ക്ലാസ്സിലൂടെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കഴിഞ്ഞു. പ്രത്യേകമായിട്ട് സാറിനെ അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായിട്ടും എന്തിന്റെയൊക്കെ താക്കോലാണ് ഉറക്കം എന്നാണ് സാറ് ഈ സ്ലൈഡുകളിലൂടെ പറഞ്ഞത് അല്ലേ. ഓരോ സ്ലൈഡിലും എത്ര കാര്യങ്ങളാണ്. അപ്പൊ അനേകം കാര്യങ്ങളുടെ ഒരു താക്കോലാണ് ഉറക്കം. ഉറക്കം പോയാൽ പലതും പോകും. തീർച്ചയായും പ്രേരണ സാർ പറയും. സാർ ആർക്ക് പറയാൻ പറയുന്നത് അഡ്മിറ്റ് ചെയ്യും. രമാവതി മാം റെഡിയാണോ? ശകുമാരി മാം, നെഞ്ചാൻ മാം, ഇതൊക്കെ ഡൗട്ടുകൾ ചോദിച്ചു. ഉറക്കത്തെ കുറിച്ച്, ഉറക്കമില്ലായ്മ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ചൂടിന്റെ സാഹചര്യത്തിൽ എടുത്ത് കണ്ണു തുറന്നാൽ വീണ്ടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ജോഷിച്ചോ പറയും. ജോഷർ അന്വേഷ സാറേ നമസ്കാരം. പറയൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. കാരണം സാറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത, ഒന്നാമത് ആ ക്ലാസ് എടുക്കുമ്പോ എന്താ പറയേണ്ടത്, വളരെ ഒന്നും ഒരു സമയം ഉണ്ടല്ലോ സാറേ. ഞാൻ അതാ ക്ലോക്ക് നോക്കിയത്, ഇവിടെ 8 മണിക്ക് കറക്റ്റ് ആയിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ക്ലാസ്. ആ സമയമെല്ലാം ഞാൻ നോക്കുമ്പോ അങ്ങനെ എപ്പോഴും. അത് മാത്രല്ല ക്ലാസ് എടുക്കുമ്പോഴുള്ള ആ സംസാരത്തിൽ ഒരു മാറ്റമില്ല, എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലെല്ലാം പറഞ്ഞുതരാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലിപ്പം സാറ് പറഞ്ഞ പോലെ ചിലവര് ഉറക്ക ഗുളിക കഴിക്കുന്ന, ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് ശീലാക്കിയിട്ട് മാറ്റുന്ന, ബോഡിക്ക് അത് കൂടുതൽ എഫക്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടാവുന്നു പിന്നീട്. പിന്നെ സാറ് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മള് ബെഡ്റൂമില് ചിലവര് പകലെല്ലാം കുട്ടികള് അതില് പിന്നെ കളിക്കാൻ വേണ്ടി സെൽഫോണെല്ലാം എടുത്തിട്ട് അതിൽ ചവിട്ടി കളിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സാറേ, ഞാൻ ബെഡ്റൂമില് കുട്ടികളെ മാത്രമല്ല ആരെയും വന്നാൽ തന്നെ ബെഡിലിരിക്കാൻ വിടൂല. ആ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ബെഡിലിരിക്കാൻ വിടൂല, അവിടെ ചെയർ കൊണ്ടുവെക്കും ഞാൻ. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സ്വന്തം കുട്ടികളെ പോലെ അതിലിരിക്കാൻ വിടൂല. സാറ് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മളിപ്പോ രാത്രിയിൽ കിടക്കുമ്പോ അത്രയും നീറ്റായിട്ട്, ചിലവര് സെൽഫോണ് തലേന്റെ അവിടെ വെച്ചിട്ട് കിടക്കും. ഇത് ശരിക്കും തെറ്റാണ്. ട്രെയിനിലെല്ലാം ബുദ്ധിമുട്ടാവുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ വെളിച്ചം, ട്രെയിനിൽ പോകുമ്പോ വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് സാറേ. കാരണം ട്രെയിനിൽ പോകുമ്പോ ചിലവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുമ്പോ ഓഫ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം ഞാൻ പോകുമ്പോ കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ കാട്ടിലെല്ലാം എത്തിയ പോലെ തോന്നിപ്പോയി എനിക്ക്. അത്രയും കൂർക്കമ്പലിയായിരുന്നു. ഒന്നും നിവൃത്തിയില്ല, കാരണം മനുഷ്യനല്ലേ. അതുപോലെ ഈ ഉറക്കത്തിന് സമയം സാറ് പറയുമ്പോ പിന്നെ അതിനിപ്പോ ഞാനിപ്പോ DHS പഠിക്കുമ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. കാരണം 12 മണി മുതൽ 1 മണി വരെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ 1 മുതൽ 2 മണി വരെ 2 മണിക്കൂർ ലിവറും, സാറ് പറഞ്ഞ പോലെ പിന്നെ ശ്വാസം മുട്ട് വരുന്നത്. ശരിക്കും അങ്ങനെ പഠിച്ചുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മളിപ്പം ഒരു വണ്ടി റിപ്പയറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പയർ ഇത് കംപ്ലീറ്റ് നോക്കണം. നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. പറയുമ്പോ നമ്മള് അരമണിക്കൂറിൽ ഇതൊന്നും തരാൻ പറ്റും, എനിക്കൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് വണ്ടിക്ക്. അതുപോലെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് സാറ് പറഞ്ഞ പോലെ 4 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിച്ചിട്ട് കറക്റ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഉറങ്ങിയിട്ട് നമ്മളെ ബോഡി റിപ്പയർ ചെയ്യാൻ അനുവദിച്ചിരിക്കുകയാണ്. ഒന്നും പ്രശ്നമില്ല. പിന്നെ അത് 2 മണിക്കൂർ അവരിങ്ങനെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് നടക്കുകയാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നല്ല
കുട്ടികൾക്കും കൂടി ഈ ക്ലാസ് ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സത്യത്തില് കുട്ടികളെക്കാളും കൂടുതൽ ഉപകരിക്കുന്നത് കാരണവന്മാർക്കാണ്. കാരണം ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ 3 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് അതെ രാവിലെ അതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കും 7 മണിക്ക്. അപ്പൊ അവരെന്താ അതെ അതെ പറഞ്ഞാലും നമുക്കറിയാം. ഉറക്കം സഫീഷ്യന്റ് ആയിട്ട് അവർക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അതെ അതുപോലെ സാറേ, PCOD എന്നുള്ള പോലത്തെ അസുഖം വരുന്നത് അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാറേ. ശരിക്കും സാറ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ശരി, താങ്ക് യു സാർ. സനൽ സാറേ ജോഷ് സാർ ഒന്ന് പറഞ്ഞോട്ടെ. സനൽ സാറേ വളരെ നന്ദി. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിക്കിപ്പോൾ നമ്മുടെ ഈ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, ഉറക്കത്തിന് യോജിക്കുന്ന ഒരു നല്ല കവിതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു കവിതയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇരുട്ടുള്ള, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ കിടക്കുന്നത് ആ രീതിയിലായിരിക്കണം ഉറക്കത്തിനുള്ള എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഏറ്റവും ശരിയായിട്ടുള്ള രീതിയെന്ന് ഞാൻ ഈ പഞ്ചറിന്റെ ക്ലാസ്സിന് പോയ അവസരത്തിൽ പറഞ്ഞതിൽ ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലയളവിൽ ഈ ചൂട് പെരുത്തിരിക്കുന്ന ഈ സമയത്ത് വളരെ കുറച്ച് ഉറക്കം മാത്രമാണ് ആളുകൾക്ക് ലഭിക്കുക. ഞാൻ തന്നെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പാതിരാത്രിയൊക്കെ കഴിയുമെന്ന് തോന്നുന്നു ഉറങ്ങുമ്പോൾ തന്നെ. എപ്പോഴോ ഉറങ്ങുകയാണ്. അത് കാരണം ഈ വെളുപ്പാങ്കാലത്ത് പല ദിവസങ്ങളിലും ഇപ്പം ആ എഴുന്നേക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് എഴുന്നേക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. നല്ല ഒരു ഉറക്കം കിട്ടുന്ന ദിവസം നമുക്ക് നല്ലൊരു ഈ ഫീലൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉറക്കത്തെ സംബന്ധിച്ച് പറഞ്ഞതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. 110% ഗ്യാരണ്ടിയോടുകൂടി ഇന്ന് നമ്മളതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഒരുപാട് ആളുകൾക്ക് ഉറക്കമില്ല എന്നുള്ളത് വാസ്തവമാണ്. പല കാരണങ്ങളുണ്ട്. ഉറങ്ങാൻ സാധിക്കട്ടെ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ ഒന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ, ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. ആത്മീയ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴും ഭൗതിക മേഖലയിലായിരിക്കുമ്പോഴും ഈ രണ്ട് രംഗത്തും ആളുകൾ ഇതും പറഞ്ഞു വരുന്നുണ്ട്. ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ചില ദിവസങ്ങളിൽ എനിക്കും ആഗ്രഹിച്ചാലും ചിലപ്പോൾ ഉറക്കം വേണ്ടതിന് മണ്ണം ലഭിക്കാറില്ല. നമ്മളതിൻ്റെ കാരണത്തെ കുറിച്ച് ആലോചിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ. ഈ രാത്രിയെക്കുറിച്ച് ഒരു അനുഭവം ആണല്ലോ ആദ്യം ഒരു സാറ് പറഞ്ഞു വെച്ചത്. ശരിയാണ്. ഇവര് ഈ രാത്രി മുഴുവൻ അത് ഒന്നോ വീടിൽ നിന്ന് മാറിക്കിടക്കുന്നു, ഏതെങ്കിലും ഒരു സ്കൂൾ കെട്ടിടമാണ് കിട്ടുന്നത്. പണ്ടത്തേനൊക്കെ ഇന്നത്തെ സ്കൂൾ കെട്ടിടത്തിന് കുറേയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും ബെഞ്ചോ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കിടക്കാനായിട്ട്. അത് തന്നെ കിടക്കാൻ പറ്റുമോ? 6 മണിക്ക് 7 മണിക്ക് പോളിംഗ് തുടങ്ങണം. 7 മണിക്ക് പോളിംഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അയൽവക്കത്തെ ഏതെങ്കിലും വീടോ ഈ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ബാത്റൂമാണ് ഈ ചെല്ലുന്ന മുഴുവൻ ജോലിക്കാർക്കൂടെ. ഇവരെ എങ്ങനെ ഇതൊക്കെ ഈ സമയത്തിന് നടക്കുമോ? എന്നിട്ട് നാളത്തെ പകൽക്കാലം മുഴുവൻ ഭക്ഷണം ഏത് സമയത്ത് കഴിക്കാൻ പറ്റും, എങ്ങനെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ പ്രശ്നമുണ്ടാകും, പ്രശ്നബാധിത സ്ഥലത്താണോ, ഇങ്ങനെയൊക്കെയുള്ള ആശങ്ക പിടിച്ച് കിടന്നിട്ട് വേണം നാളെ ഈ ഡ്യൂട്ടി കൂടെ ചെയ്യാൻ. എന്നിട്ട് പാതിരാത്രി വരെ കൊണ്ട് ഈ പെട്ടിയെല്ലാം ഏൽപ്പിച്ചിട്ട് വേണം അവരുടെ വീട്ടിൽ വളരെ ശരിക്കും സാർ പറഞ്ഞ വളരെ ഇവരെ ഒരുപക്ഷെ ഇവരുടെ ഉദ്യോഗ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നതോ ക്ലേശം അനുഭവിക്കുന്ന ഒരു സംഗതി ഇലക്ഷൻ കാലമായിരിക്കും. ജോലിയൊക്കെ വളരെ സുഖമായിരിക്കും ഒരു പക്ഷേ എന്ന് നമ്മളങ്ങ് വിചാരിക്കുന്നു. ഏതായാലും കൊള്ളാം. എല്ലാവർക്കും ഉറക്കം കിട്ടട്ടെ. ഉറക്കം കിട്ടാത്ത എല്ലാ പോളിംഗ് ഡ്യൂട്ടിക്കാർക്കും ഉറക്കത്തിന്റെ ക്ഷീണം നാളെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു. സാറിന്റെ അനുഗ്രഹം കടന്നുപോയി അല്ലേ? കേൾക്കുന്നുണ്ടോ സർ? വളരെ
ശക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് സാർ ഇട്ടു തന്നത്, ഉറക്കം. ഞാൻ ആ വിഷയത്തിൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഏറ്റവും സുഗമമായി ഉറങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. ലൈറ്റും ശബ്ദവും എല്ലാം ചേർന്ന തീവണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെന്റ്, ഒരു പാതിര മുഴുവൻ യാതൊരു വിഷമവും ഇല്ലാതെ സന്തോഷകരമായി കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പലപ്പോഴും ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സനൽ സാറെ, ഇവിടെ അവരവരുടെ ഉറക്കം കളയാൻ തയ്യാറല്ല. സാഹചര്യം എന്തായാലും ആ നിലത്ത് കിടന്ന് ചുരുണ്ടുകൂടി നാം ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലേക്ക് കയറിയാണെങ്കിലും അവർ ഉറങ്ങുന്നു. ഉറക്കത്തിന്റെ സുഖം അതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, സൈഡിൽ വന്നത് മാത്രം. സാറ് പറഞ്ഞ ഒരു കാര്യത്തില് സൈക്കോസൊമാറ്റിക് അസുഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്ക നിഷേധം, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്നുള്ള തള്ളിവിടൽ, അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കൽ. ഇന്നൊരു കപ്പിൾ വന്നു, 28 24 വയസ്സുള്ള. അദ്ദേഹം ദുബൈയിലാണ്, ഭാര്യ ഇവിടെയും. അപ്പോ ഈ ഭാര്യയ്ക്ക് ഈ സമയവ്യത്യാസമുണ്ടല്ലോ, അവിടെ ഇവിടെയും തമ്മിലൊരു 3 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ ഇവിടെ പാതിരയാണ്, അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞിരിക്കും. അദ്ദേഹത്തിന്റെ ജോലിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് അവിടെ ചിലപ്പോൾ അത് 10 മണിയോ 9 മണിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അത് രാത്രി 12 മണിയോട് അടുപ്പാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ കോള് പ്രതീക്ഷിച്ച് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കമില്ലാതെ മുന്നോട്ട് പോയി. അപ്പോഴായിരിക്കും ആ ടെലിഫോൺ ചലിക്കുക. ആ ടെലിഫോൺ ചലിക്കുന്ന സമയത്ത് അവരെടുക്കുന്നു. അവരുടെ ഈ ഒരു ദിവസത്തെ മുഴുവൻ ദുഃഖങ്ങളുമാണ് അങ്ങ് വിളമ്പുന്നത്. ഭർത്താവ് അവിടുന്ന് അത് കേൾക്കാനല്ല ഈ ടെലിഫോൺ ചെയ്തത്, ഇവരുടെ സന്തോഷം അറിയാൻ വേണ്ടിയാണ്. അതൊരു കലഹത്തിൽ അവസാനിക്കുന്നു. ഉറക്കം കുളമാക്കിയത് മാത്രമല്ല, കുടുംബജീവിതം വഴി കുളം തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് നിത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് എൻ്റെ അടുത്തേക്ക് അവർ വന്നത്. സനൽ സാർ പറഞ്ഞ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ സ്ത്രീക്ക് തലവേദനയുണ്ട്, പേശിവേദനയുണ്ട്, സൈനോസൈറ്റിസ് ഉണ്ട്, ഉറക്കമില്ലാത്തൊരവസ്ഥ, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം കൂടിക്കലർന്ന ഒരവസ്ഥയിലാണ് ആ സ്ത്രീ. അതിൽ നിന്ന് മോചനം മേടിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യനെയും കൂട്ടി അവർ വന്നത്. അവരോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴാണ് ഈ കഥകളെല്ലാം പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് സാർ ഉറങ്ങുക? ഞാൻ അവരോട് ഒന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ, ഈ അസുഖങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ, ഈ അദ്ദേഹത്തോട് ടെലിഫോൺ കിട്ടാത്തതിൻ്റെയോ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കാത്തതിൻ്റെയോ കാര്യങ്ങൾ ആലോചിച്ചാൽ 2 കുടുംബത്തിന്റെ ജീവിതം മോശമാവും. ഇപ്പോ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ 15 ദിവസം എല്ലാം മറന്ന് അടിച്ചു പൊളിച്ച് കൃത്യമായി ഉറങ്ങുക. അപ്പോൾ ആ സ്ത്രീക്ക് വന്ന അസ്വസ്ഥതകൾ മുഴുവൻ, ഒത്തിരി അസുഖങ്ങളുണ്ട്, ഈ അസുഖങ്ങൾ മുഴുവൻ ഈ ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ആണ്. ഇന്ന് രാത്രി 3 മണിക്ക് ഉറങ്ങിയെങ്കിൽ നാളെ പകലായിരിക്കും ഉറങ്ങുന്നത്. അവർക്ക് ആ നാച്ചുറൽ റെക്കോർഡിയം ഇല്ല. അതിന്റെ അവസ്ഥ ഈ സൈക്കോസൊമാറ്റിക് അസുഖങ്ങളാണ്. ഒരു 3 മണിക്കൂർ ഇന്ന് സംസാരിച്ച് ഒരു വിധമൊക്കെ സമാധാനിപ്പിച്ച് റിലാക്സേഷൻ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരൂ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവർ ആശ്വാസത്തോടെ തിരിച്ചുപോയി. സനൽ സാർ, ഹാറ്റ്സ് ഓഫ് യു. സമയം കൃത്യമായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ലഹനൻ സാർ പറഞ്ഞിട്ടുള്ള എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തത്. ഈ ഡബിൾ ഡെക്കർ കട്ടിലും അല്ലെ, അതിഭയങ്കരമായ കുഷീനുള്ള കിടക്കയും, ഒരു വാതിലും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനലുകളും, AC, ഇതെല്ലാം കൂടി ഇട്ട് AC-യുടെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ഉറക്കം പോകുമല്ലോ. ഇതല്ല. പക്ഷേ ഈ ട്രെയിനില് സാധാ സ്ലീപ്പർ അല്ലെങ്കിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇതിലൊന്നും ആവശ്യമില്ല. ഇഷ്ടംപോലെ കാറ്റും കിട്ടും. അപ്പൊ നമ്മളെ തന്നെ കുഴപ്പമാണ്, അത് കറക്റ്റായിട്ട് മനസ്സിലായി. ഓക്കെ, വേറെ ഡോക്ടർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ഞാൻ ഈ ഡോക്ടേഴ്സ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെഡിനെ പറ്റി ആലോചിക്കുകയായിരുന്നു.
അപ്പൊ ഡോക്ടർമാർക്ക് ഉറക്കം കുറവാണ്. അപ്പൊ ഉറങ്ങാനുള്ള ഒരു ബെഡ് ആ കമ്പനി ഇറക്കി അതിന് വലിയ വിൽപ്പന ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാന്ധിക അപ്പൊ ബെഡ് അതില് അല്ലേ? ഡോക്ടേഴ്സ് ബെഡ്. അപ്പോ അതില് ഈ ഇത് സാറ് പറഞ്ഞതിന് സപ്ലിമെന്റ് ചെയ്ത് ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 55-60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉറക്കം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഉറക്കം നമുക്ക് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാലക്കാടിന്റെ കഠിന വേനലൊക്കെ അനുഭവിക്കുന്നെങ്കിലും സുഖമായി ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ഈ കഠിന വേനലിൽ വലിയ എക്സർസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒക്കെ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നതാണ്. അതായത് നേരത്തെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുന്നേ ഒന്ന് മേല് കഴുകിയിട്ട് ഈ നല്ല പുതിയ വസ്ത്രം അണിയുക. എന്ന് പറഞ്ഞാൽ പകൽ നേരത്ത് ഉടുത്ത വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ഒരു മേല് കഴുകിയിട്ട് പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കിടക്കുകയും, പിന്നെ മനസ്സിൽ നമുക്ക് ഈ അതെൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ഒന്നാണ്. അപ്പോൾ ഈ മനസ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ നാമം ചൊല്ലി അങ്ങ് ഉറക്കത്തിലേക്ക് പോവുക. അത് വലിയ എൻ്റെ അമ്മയുടെ അടുത്ത് കിടന്ന് ഞാൻ കുഞ്ഞിലേ പഠിച്ച ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഈ നാമം ചൊല്ലിക്കൊണ്ട് അങ്ങ് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ കൃത്യമാണത് പ്രോഗ്രാം ചെയ്തതുപോലെ നമ്മൾ ആ 10th മിനിറ്റിൽ നമ്മളങ്ങ് ഉറങ്ങിയിരിക്കും. അത് ഇപ്പോൾ ഈ വിവാഹത്തിന്റെ ആദ്യ രാത്രിയിലും അത് തന്നെ സംഭവിച്ചത്. ഞാനങ്ങ് ഉറങ്ങി. പുള്ളിക്കാരി പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഭയങ്കര ഉറക്കമാണല്ലോ എന്ന് പറയുണ്ടായി. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ ഹോർമോൺ സിസ്റ്റത്തിനെ, ഈ സിക്കാർഡിയൻ സൈക്കിളിനെ, അതേപോലെ തന്നെ മെലറ്റോണിൻ ഹോർമോണിനെ ഒക്കെ പ്രോഗ്രാം ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഈ പ്രത്യേകിച്ചും പാലക്കാട്ടെ വേനലിനെ നേരിടാൻ ഉച്ചയ്ക്ക് ഒരു കസേരയിൽ ഇരുന്നൊരു മയക്കം, രാത്രിയിൽ കൃത്യസമയത്തിന് കിടക്കുക, ഈ പറഞ്ഞ പോലെ മേല് കഴുകി പുതുവസ്ത്രം അണിഞ്ഞിട്ട് ഒന്ന് കിടന്നാൽ 10ാമത്തെ മിനിറ്റിൽ ഉറങ്ങിയിരിക്കും. അത് കൃത്യമായിട്ട് രാവിലെ നമ്മൾ അലാം ഒന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉണരണമെന്ന് വിചാരിക്കുന്ന കൃത്യം 5 മണിക്ക് ഉണർന്നിരിക്കും. ഇത് നമുക്ക് ഈ ട്രെയിൻ ചെയ്തെടുക്കാവുന്ന സ്കൂളിലെ ടൈം ടേബിൾ പോലെ 10 മണി ഈ 9:15 ബെല്ലടിക്കുന്നു, അതേപോലെ തന്നെ ഇന്റർവെല്ലിന് മൂത്രമൊഴിക്കാൻ പോകേണ്ട ടൈം, ലഞ്ച് ബ്രേക്ക്, ഈവനിങ്, അതേപോലെ തന്നെ നമുക്ക് ഈ പ്രായമായവർക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ നല്ല. അതേ സമയത്ത് ഈ പ്രായമായവരുടെ ഉറക്കം കുറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ ഉറങ്ങണമെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ വേവലാതികളും ആവലാതികളും എല്ലാം ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുകയും ഇപ്പോൾ ഒറ്റ ഒരു ഡീപ്പ് സ്ലീപ്പിന് ശേഷം ഞെട്ടി ഉണരുകയൊക്കെ ചെയ്യുന്നവര്. പിന്നെ ഈ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ നോക്കിയിട്ടില്ലേ, അവരൊക്കെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടാണ് ബ്ലാങ്കറ്റിന്റെ അടിയിലേക്ക് ഉറങ്ങാൻ കയറുന്നത്. നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ പണ്ട് ഈ ജോസ് പ്രകാശും ഒക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടും ഒക്കെ ഈ ഒരു അതേപോലെ വലിയ കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ രാവാട, ഇതൊക്കെ ഈ വസ്ത്രം ഉറക്കറയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കാര്യമാണ്. ടൈറ്റ് ആവാതിരിക്കുക, അത് കോട്ടൺ ആയിരിക്കുക, അത് കുത്തുന്നതും അല്ലെങ്കിൽ ഒരയുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങളാവാതിരിക്കുക, അതേപോലെ മെഴുക്കും അഴുക്കും ഒക്കെ പറ്റിയ പകൽ നേരത്തെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അങ്ങനെ സുഖമായിട്ട് ഒരു ഫ്രഷ്നെസ്സിൽ ഉറങ്ങാൻ അങ്ങ് കിടന്നു നോക്കൂ. കുംഭകർണൻ അല്ലെങ്കിൽ പോലും നല്ല ഒന്നാന്തര ഉറക്കം കിട്ടാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. അതേപോലെ ഈ പ്രധാനപ്പെട്ട ഇപ്പം നമ്മുടെ ഒരു കപ്പിളിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ, അതേപോലെ ഒരു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളി ഇൻകം ടാക്സ് ഓഫീസറാണ്. പുള്ളിയുടെ വൈഫ് ഒരു കോളേജ് അധ്യാപികയാണ്. ഇവർ തമ്മിൽ ഭയങ്കര കലഹമാണ് എന്നും. അപ്പോൾ അത് ആകസ്മികമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരത്തിന്റെ ഇടയിൽ മനസ്സിലായത്. കാരണം ഇവർക്കാണെങ്കിൽ വളരെ ഹൈ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് മഴയത്താണെങ്കിൽ പോലും അങ്ങനെ കിടക്കണം. ഇദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ ഈ ഫാനിന്റെ ചോട്ടി കടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉറങ്ങാനേ പറ്റില്ല. അപ്പൊ ഈ വേനൽക്കാലത്ത് ഇവര് 2 മുറിയിൽ കിടക്കുകയും ഈ ഒന്നിച്ച് കിടക്കാത്തതിൻ്റെതായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളും ശണ്ടയും വഴക്കും അതും ഇതും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഈ ഉറക്കത്തിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയും അതേപോലെ തന്നെ ഈ ദിനചര്യയിൽ കൃത്യമായ ഒരു സ്ഥലം, ട്രെയിനിലൊക്കെ വല്ലപ്പോഴും അല്ലേ, ഇലക്ഷൻ ഡ്യൂട്ടി 5 കൊല്ലത്തിൽ ഒരിക്കലല്ലേ, അതിനൊന്നും നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിൽ വേറൊരു വളരെ രസകരമായ ഒരു കാര്യം, ഈ കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ടൊക്കെ അടുത്ത് സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഏറ്റവും സുഖമായി ഉറങ്ങുന്ന ആരാന്നറിയോ? ഈ രാഷ്ട്രീയക്കാരാണ്. നമ്മൾ വിചാരിക്കും ഇന്ന് രാത്രിയിൽ മറ്റേ രാഷ്ട്രീയക്കാരൊന്നും ഉറങ്ങില്ല, അങ്ങനെ ഒന്നുമല്ല. അവര് നല്ല സുഖമായിട്ട് കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കും, രാവിലെ അങ്ങനെ കവറ് പൊട്ടിച്ച പോലെ ഉണർന്നിരിക്കുകയും ചെയ്യും. അത് ഈ ഉറക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം തയ്യാറാക്കണം. ആ ഉറങ്ങുന്ന പ്രോഗ്രാമാണ് നമ്മളെ വളരെ വളരെ വിശ്രാന്തിയിൽ എത്തിക്കുകയും റിലാക്സ്ഡ് ആകുകയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും സീനിയേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റും,
ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞ് രാവിലെ ഉണർന്ന് എണീക്കാനും പറ്റും. കൃത്യനിഷ്ഠയാണ് ഉറക്കത്തിലും വളരെ പ്രധാനം. താങ്ക് യു. ഈ ഫോർമുലയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഇപ്പൊ ചോദിക്കണം കേട്ടോ. സാറേ, ഓക്കെ, സാറിപ്പോ പറഞ്ഞത് അവർക്ക് നിരാശ വന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടു. കാരണം കുളിച്ചു വന്ന് പുതുവസ്ത്രം അണിഞ്ഞന്ന് എന്തെങ്കിലും മിണ്ടി പറയാലോ എന്ന് വിചാരിക്കുമ്പോഴാണ് സാറിന്റെ ഗാഠനിദ്ര. അല്ല, ഉറക്കത്തിന്റെ കാര്യത്തിൽ നമ്മൾ സെൽഫിഷ് ആകുക തന്നെ വേണം. അല്ലാതെ സഹധർമ്മിണിയെ സുഖിപ്പിക്കാനും ഒന്നും നമ്മൾ ഉണർന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരു ഈ 24-7 7 മണിക്കൂറിന് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം മതി. ഇത് ഉറക്കം നമ്മുടെ സ്വകാര്യമാണ്, നമ്മുടെ സ്വന്തമാണ്, നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അതിന് ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും സാക്രിഫൈസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഭാര്യ എന്നല്ല, ജീവിത പങ്കാളി. സുധോധനൻ സാറെ, പ്രത്യേക അഭിനന്ദനങ്ങൾ. ഡോക്ടർ സനിൽ സാറിന്റെ ക്ലാസ്സിന് ആഡ് ചെയ്ത നല്ല പോയിന്റുകൾ കിട്ടി. ഞാൻ ഫാദർ തോമസ്. ഒരു കാര്യം സാറിപ്പോ പറഞ്ഞതിനോട് ചേർത്ത് പറയാം, ആദ്യ രാത്രി ഭാര്യയ്ക്ക് ഇച്ചിരി സമയം കൊടുക്കായിരുന്നു, ഒരു ദിവസത്തേക്കെങ്കിലും. പിന്നെ സാറിന്റെ ക്ലാസ് ഇലക്ഷൻ ഫാദർ ആക്രാന്തമൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു ലൈഫ് ടൈം നീണ്ടു കിടക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുന്ന അല്ലല്ലോ അത്. ഞാൻ ചുമ്മാ തമാശ ഫാദർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ 5 കൊല്ലം കൂടുമ്പോഴാണ്. പക്ഷെ കല്യാണം വർഷം മൊത്തം മാരേജ് അതെ 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 അതെ. എന്തായാലും സനിൽ സാറിന്റെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. ഒരു സംശയം, ഈ പുതിയ തലമുറയില് ലേറ്റായിട്ട് കിടക്കുകയും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുകയും ചെയ്യുന്നത്. എനിക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രായമുള്ളവരൊന്നും ആലോചിക്കുന്നതല്ല. അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുക. കാരണം കുറെ കഴിയുമ്പോൾ ഇവരെല്ലാം രോഗികളാവില്ലേ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്തുമാത്രം സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും പറ്റും, നമുക്കേ പറ്റുള്ളൂ. അതേ ഉള്ളൂ. നമ്മൾ ഇവരുടെ മാർക്കുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതൊരു പ്രധാന കാരണം. അല്ലെങ്കിൽ പെർഫോമൻസ്, കുട്ടികൾ നമ്മളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ പാരന്റ് അതിൽ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഇതൊരു ഹാബിറ്റ് ആണ്. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. ആ ഒരു ശീലത്തിനെ നമ്മൾ വേണം അറിയാതെ കുട്ടികളിലേക്ക് കൊടുക്കാൻ. നമ്മളും രാത്രിയിൽ 12 മണി വരെയും 2 മണി വരെയും TV കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. അതുപോലെ തന്നെ പ്രായമായവർക്ക് ഇത്ര നേരത്തെ ഭക്ഷണം കഴിച്ചുകൊള്ളുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 8 മണിയാകുമ്പോഴേക്കും അവർ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കുന്നു. അല്ല, ഭക്ഷണം കഴിക്കുന്നത് കിടക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനെയുള്ള ചില മെസ്സേജുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നൊരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഈവൻ ഇഫ് നമ്മുടെ എൻവയോൺമെന്റ് ഹോട്ട് ആണെങ്കിലും ഈ സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചൂടുകാലത്ത് ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ബോഡി ടെമ്പറേച്ചറും എൻവയോൺമെന്റൽ ടെമ്പറേച്ചറും തമ്മിൽ മാച്ച് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരാള് നല്ല ഹോട്ട് ആൻഡ് ഹ്യൂമിഡിക് കണ്ടീഷനിൽ സുഖമായിട്ട് ഫാൻ ഓൺ ചെയ്തിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞു. മറ്റേ ആൾക്ക് ഫാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ പുതച്ച് കിടക്കണം. ആക്ച്വലി നമ്മുടെ ബോഡിക്കകത്ത് BMR എന്ന് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് ടെമ്പറേച്ചറുമായിട്ട് വളരെ കൂടുതൽ കണക്റ്റഡ് ആണ്. ചില ആൾക്കാരുടെ ബോഡി തണുത്ത പ്രകൃതമാണ്. ചില ആൾക്കാരുടെ ബോഡി, ആ തണുത്ത പ്രകൃതമുള്ള ആള് ചെറിയ ചൂട് വരുമ്പോഴേ തന്നെ നന്നായിട്ട് വേർത്തിട്ട് ബോഡി തണുപ്പിക്കും. പിന്നെ ചെറിയ എൻവയോൺമെന്റൽ ചൂട് വരുമ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ അയാൾ ഫാൻ നന്നായിട്ട് സ്പീഡിൽ കറക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സയന്റിഫിക്കലി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ സൈക്കോളജിക്കലി മറ്റേ ആളുമായിട്ട് അടികൂടാനുള്ളതല്ല എന്നും ഇൻകം ടാക്സ് ഓഫീസർ ആണെങ്കിലും കോളേജ് പ്രൊഫസർ ആണെങ്കിലും ഒക്കെ എഡ്യൂക്കേഷനലി അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ വളരെ പിന്നോട്ടാണ്. അതുകൊണ്ടാണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഇതുണ്ടാവുന്നത്. പിന്നെ സൈക്കോസൊമാറ്റിക്, അത് ലനാൻ സാർ പറഞ്ഞ പോലെ അത്രമാത്രം വലിയൊരു ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്റ്റിൽ സൈക്കോസൊമാറ്റിക്കിൽ ഒന്നും വരുന്നില്ല ഈ പറഞ്ഞ കാര്യമൊന്നും. നമ്മുടെ സൈക്കോളജി പൂർണ്ണമായിട്ടും ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ? ഏറ്റവും ഒരു കുടുംബത്തിലെ പ്രായം കൂടിയ മോൻ
മൂത്ത മകന് മിക്കവാറും നടുവേദന ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടൊരു ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുടുംബത്തിന്റെ ബേർഡൻ മോസ്റ്റ്ലി ആ കുട്ടി ആയിരിക്കും എടുക്കുന്നത്. ഈ ബേർഡൻ എടുക്കുന്നത് മാനസികമായിട്ടുള്ള ചിന്ത ചെറുപ്പം മുതലേ വളർന്ന് വന്ന് അത് ആ നടുവേദനയിലേക്ക് എത്തുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം അദ്ദേഹത്തിന്റെ ഫുഡ് പാറ്റേൺ ആയിട്ട് പിന്നെ അത് കണക്ട് ആയിട്ട് ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താം. ഇങ്ങനെ ശരിക്കും മീൻസ് നമ്മുടെ സൈക്കോളജി, നമ്മുടെ ബോഡി ഫിസിയോളജിക്കൽ മെഷറബിൾ മൂവ്മെന്റിലേക്ക് മാറുന്ന സമയത്താണ് അത് സൈക്കോസൊമാറ്റിക് ആവുന്നത്. അല്ലെങ്കിൽ അത് സൈക്കോളജിക്കൽ മാത്രമേ ഉള്ളൂ, ഫീലിങ്സിലാണ് പലപ്പോഴും തലവേദനയുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഈവൻ ഞാൻ ആ ഒരു ടോപ്പിക് ഒന്നും ഇതിനകത്തേക്ക് കേട്ടിട്ടില്ല. പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളുടെ കാര്യത്തിലും, ഇപ്പൊ ഫാദർ ചോദിച്ച പോലെ കുട്ടികളുടെ കാര്യത്തിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാപ്പി കുടിക്കുന്നത് അല്ലെങ്കിൽ ചായ കാപ്പിയൊക്കെ അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിനൊരു 6 മണിക്കൂർ മുമ്പെങ്കിലും മാറ്റുക. വൈകുന്നേരം 11 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്ക് ശേഷം കാപ്പി കുടിക്കരുത്. കാരണം കാപ്പിയുടെ 50% എങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ കഫീൻ പോകണമെങ്കിൽ ഇറ്റ് ടേക്സ് 6 hours. ഉറക്കം രാത്രിയിലുള്ള ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. വെള്ളം കുടിക്കുന്നത് തന്നെ 5 മണിക്ക് ശേഷം നമ്മൾ അളവ് കുറച്ചിട്ട് കുടിക്കുന്നത് ശരിക്കും ഫിസിയോളജിക്കലി അവർക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ചില സപ്ലിമെന്റ്സ് ശരിക്കും നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി, അശ്വഗന്ധ ഒക്കെ ഉറക്കമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ആണ്. അശ്വഗന്ധ എനർജൈസർ ആണെന്ന് പറയാം. പക്ഷെ അത് രാത്രി കാലങ്ങളിൽ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഉറക്കത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മഗ്നീഷ്യം റിലാക്സന്റ് ആണ്. ശരിക്ക് ആന്റി സ്ട്രെസ് മിനറൽ എന്നാണ് മഗ്നീഷ്യത്തിനെ പറയുന്നത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ചില പെർട്ടിക്കുലർ ഐറ്റംസ്, മിനറൽസും വിറ്റമിൻസും ഒക്കെ കുറയുന്ന സമയത്ത്, പെർട്ടിക്കുലർലി വൈറ്റമിൻ ഡി ഒക്കെ കുറയുന്ന സമയത്ത് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇപ്പൊ റീസെന്റ് വൈറ്റമിൻ ഡി ഞാൻ ചെറുപ്രായക്കാരുടെ ബിലോ 35 ഉള്ള ആൾക്കാരുടെ തന്നെ ഒത്തിരി പേരുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തപ്പോൾ അവരിൽ വൈറ്റമിൻ ഡി കുറവാണ്. ഈ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ട രീതിയിൽ ബ്രെയിൻ ഫങ്ഷനിങ് കിട്ടുക, പിന്നീട് ഉറക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. ഈ സപ്ലിമെന്റ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്ലൈസിൻ, നമ്മുടെ അമിനോ ആസിഡ്സിൽ വരുന്ന ഗ്ലൈസിൻ പോലെയുള്ള ഇതൊക്കെ സപ്ലിമെന്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മരുന്നായിട്ടല്ല. നമ്മുടെ ഓട്ടോ സജഷൻ എന്താണോ അതിനനുസരിച്ചാണ്. അതിലത്തെ ലാസ്റ്റ് പോയിന്റ് ഞാൻ കാണിച്ച ലാസ്റ്റ് സ്ലൈഡിലെ ലാസ്റ്റ് പോയിന്റ്, നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട് എന്നും നമുക്കാണ് അതിനുള്ള കൺട്രോൾ എന്നും നമ്മൾ തന്നെ മനസ്സിലാക്കുക. ആ സമയത്ത് നമ്മുടെ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഈവൻ നമുക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് ആ പേപ്പർ വലിച്ചു കയറി കളയാം. നോട്ട് അറ്റ് ഓൾ യൂസ്ഡ് എനിവർ. നമുക്ക് അതിന്റെ ഉപയോഗമേ വരില്ല. സ്റ്റിൽ നമുക്ക് ആ മനസ്സിൽ നിന്ന് അത് മുഴുവൻ അങ്ങ് അഴിച്ചു വെച്ച ഒരു ഫീലിംഗ് വരും. ആക്ച്വലി ചില ഹാബിറ്റ്, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സാറാ പറഞ്ഞെന്ന് തോന്നുന്നു, 24 വയസ്സും 28 വയസ്സും ഉള്ള ഒരു കപ്പിൾ. ഈ കപ്പിളില് പ്രായം അല്ല അതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. അവർക്കുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു തോന്നലാണ്. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ അക്കരെ ഇക്കരെ ജീവിക്കണം? അപ്പൊ ഫ്യൂച്ചർ ഗോളില്ല. ഒരുപാട് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അതിൽ പറയാനുണ്ട്. എനിവേ അത് അവിടെ നിൽക്കട്ടെ. ബട്ട് ഒരു നല്ല ശീലം, ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ 4ാമത്തെ പില്ലറാണ്. ആ ഒരു പില്ലറിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ അതിനെ കാണണം, എന്നിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് പോസിബിൾ ആവും. കംപ്ലീറ്റ് ആ ഒരു സർക്കാഡിയൻ റിതം 6 to 6 ആ സർക്കാഡിയൻ റിതം ഒന്നും ഒരുപക്ഷെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ബട്ട് എപ്പോഴാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴേക്കും അവർ പ്രിപ്പയർ ആവണം. പലപ്പോഴും ചെറിയ നാപ്പുകൾ പോലും അവർക്ക് അത് ഉപയോഗിക്കാം. ഇടക്കിടക്കുള്ള ചെറിയ ഉറക്കം, ഉച്ചയുറക്കം പോലെ. അതെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ ഡോക്ടറുടെ ഭാര്യ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലെ? ഞങ്ങളെ ഇടയ്ക്ക് കാണിക്കണേ. പോയോ ഡോക്ടർ? പോയോ?
സനീൽ സാറ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഉറക്കമില്ലാത്ത പേഷ്യൻസിന് ഈ രീതിയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യയുണ്ട്. നിങ്ങൾ കൃത്യസമയത്ത് 9 മണിയാകുമ്പോഴോ 9:30 ആകുമ്പോഴോ നീണ്ടു നിവർന്ന് കിടക്കുക. അങ്ങനെ കിടന്ന ശേഷം ഈ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്തി 2 കൈകളുടെയും പിടിച്ച് തുടയോട് ചേർത്ത് വെച്ച് പതുക്കെ കണ്ണടച്ച് അന്ന് ചെയ്തിട്ടുള്ള നന്മകളെക്കുറിച്ച് ആലോചിച്ച്, കിട്ടിയ നന്മകളെക്കുറിച്ച് ആലോചിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു 30 ടൈംസ് പതുക്കെ മനസ്സിൽ എണ്ണുക. ഒരു 20 ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവർ കിടന്നുറങ്ങും, അവർ ഉറങ്ങിയിരിക്കും. അത്ര ശക്തമായ സംഘർഷങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ഉറങ്ങിയിരിക്കും. അങ്ങനെ ഉറങ്ങിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് സഹായകരമായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. പടം സർ, ഗ്രാറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ പലരും ഇന്ന് ഉറങ്ങില്ല, അല്ലെങ്കിൽ അവർ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞാണ്. ഇന്ന് കിടക്കുന്ന പലരും നാളെ രാവിലെ എഴുന്നേക്കാറുമില്ല. ശരിയാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരുപക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും സംസാരിച്ചിട്ടും നമ്മളൊക്കെ മിസ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എല്ലാം ഓപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കീ. മോഡറേഷൻ ഈസ് ദ കീ എന്ന് പറയാം. നമുക്ക് ഗാഡ്ഗറ്റ്സ് വേണ്ടെന്നാണോ? അല്ല, ഗാഡ്ഗറ്റ്സ് വേണം. പക്ഷെ എവിടെ വേണം, എത്ര സമയം യൂസ് ചെയ്യണം എന്നുള്ളതിന് നമ്മളത് കൊണ്ടുവരാം. അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളിലേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിലേക്കും അത് ഓട്ടോമാറ്റിക്കലി പാസ് ഓൺ ആവുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. സാറേ അതുപോലെ ഇവിടെ സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതുപോലെ ഇവിടെ വന്ന് ചില ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് വന്ന്, ഞാൻ അക്യുപ്രഷറും അക്യുപഞ്ചറൊക്കെ പഠിച്ചാണല്ലോ. അപ്പൊ വന്നിട്ടാകുമ്പോ അവരോട് ഞാൻ ഹെഡ് മസാജ്, ശരിക്കും നമുക്ക് സാറന്മാര് പറഞ്ഞ ബ്രെയിൻ മസാജ് ഇതാണ്, അത് ചെയ്തു കൊടുത്തിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉള്ളം കൈയിലും ഉള്ളം കാലിനും ഓരോ തുള്ളി തിരുമ്മിയിട്ട് കിടക്കുകയാണെങ്കിൽ ഉറക്കം ഉണ്ടാവുന്ന പറഞ്ഞു. ഇവിടെ കുമാരന്റെ റിലേറ്റീവ് ഒരു കുട്ടി വന്നിരുന്നു, ഗൾഫിൽ നിന്ന് ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട്. അവൻ വളരെ ഹാപ്പിയാണ്. അവൻ കുറച്ച് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ ശരിയായിട്ട് ഉറങ്ങുന്നുണ്ട്, വെളിച്ചെണ്ണ ഉള്ളം കൈക്കും ഉള്ളം കാലിനും തിരുമ്മിയിട്ട് കിടക്കും. ചെറുങ്ങനെ ശ്രദ്ധിക്കേണ്ടത് രാത്രി മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ വഴുതി വീഴാനൊന്നും പാടില്ല, ചെറുങ്ങനെ ഉള്ളം കാലിനൊക്കെ ചെയ്യാവൂ. താങ്ക് യു സർ. താങ്ക് യു സർ. സനൽ സാർ, വളരെ സന്തോഷം. ഒത്തിരി നന്ദിയും കൂടെ പറയാനായിട്ടാണ് ഞാനിപ്പം വന്നത് തന്നെ. ഒന്നാമത്തെ കാര്യം പറയട്ടെ, സാറ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 5 മണിക്ക് ശേഷം അധികം വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞത്, അത് റിയലി പ്രാക്ടിക്കലി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു. മറ്റൊരു 3-4 പ്രാവശ്യമെങ്കിലും രാത്രി എഴുന്നേക്കേണ്ട ഒരു നേച്ചറായിരുന്നു എനിക്ക്. അതുപോലെ ഞാൻ വൈകിയാണേലും കുറച്ച് വെള്ളം കൂടുതൽ കഴിക്കുകയും ചെയ്യും. വെറുതെ കിഡ്നിക്ക് ലോഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ കാര്യത്തിലൊന്നും അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഉറക്കത്തെ പറ്റി പറയട്ടെ. ഉറക്കം പ്രകൃതി എന്ന ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വലിയ ഭാഗ്യമാണ്. ഓരോ ദിവസവും നമ്മളെ പുതിയതാക്കി ഒരു പുത്തൻ ഉണർവ് തരുന്നത് ഉറക്കം മാത്രം. മറ്റൊന്നിനും എന്ത് ഭക്ഷണമോ പാനീയമോ കഴിച്ചാലും നമുക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ ഊർജം കിട്ടി നമുക്ക് ഫ്രഷ് ആകാൻ പറ്റുന്നത് ഉറക്കം കൊണ്ട്. ഒരു കാലഘട്ടം ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു ഉറക്കത്തിനോട് പൊരുത്തപ്പെടാനായിട്ട്. ഇപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്, മുഴുവനായിട്ടും മാറിയിട്ടൊന്നുമില്ല. എന്നാലും പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് രാത്രിയില്ലാത്ത ലോകമല്ലേ. ടെക്കീസിന്റെ ലോകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇൻഫോ പാർക്ക് പ്രദേശത്തൂടെ പോയി കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പുള്ള കാലം എന്ന് പറയുന്നത് ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാനാകാത്ത വിധത്തിലായിരുന്നു അവിടുത്തെ രാത്രികളൊക്കെ. പകലും രാത്രി ഒരു വ്യത്യാസമില്ലാത്ത തിരക്കും ബഹളവും. മറിച്ച് കൊറോണയ്ക്ക് ശേഷം അത് വളരെ കുറഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിൽ ഒരു ഭയാനകമായ സ്ഥിതിവിശേഷം എങ്ങനെയൊക്കെ വരുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോയേക്കാം എന്ന് തോന്നാറുണ്ട്. കാരണം അതങ്ങനെയാ, ഒരു റിതവും അല്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള റൊട്ടീനാണ് അവർക്ക് വരുന്നത്.
പിന്നെ അവരൊക്കെ അതിനോട് പൊരുത്തപ്പെടുന്നുണ്ടാവും. ശരീരം ഒരുപക്ഷെ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടേക്കാം. എന്തായാലും വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് തന്നെ, പറയാതിരിക്കാൻ വയ്യ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. സാർ പറഞ്ഞല്ലോ, നമുക്ക് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 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 റിതം, ഒരു പാറ്റേൺ, നമ്മുടേതായ ഒരു പാറ്റേൺ ഉണ്ടാക്കാം. നമ്മുടെ സാഹചര്യവും എല്ലാവർക്കും ഒരേ സാഹചര്യം അല്ലല്ലോ. സാഹചര്യത്തിനനുസരിച്ച് ഒരേ സമയക്രമം പാലിച്ചാൽ തന്നെ ഒത്തിരി ആശ്വാസമുണ്ട്. പിന്നെ ഈ ഭക്ഷണം ഇത്രയും നേരത്തെ ആക്കി കഴിഞ്ഞാൽ ഇത്രയും നീണ്ട ഉപവാസം എല്ലാവർക്കും പറ്റുമോ? അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? രാവിലെ ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിക്ക് അത്താഴം എന്നുള്ള വിധത്തിലേക്കൊക്കെ ചിന്തിച്ചാൽ അത് കുഴപ്പമില്ലായിരിക്കും, ഇല്ലേ സാറേ? ഒരു 15 മണിക്കൂർ ഗ്യാപ്പ്. നമ്മുടെ ശരീരം ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഒക്കെ മാറ്റിയെടുത്തതാ. ആക്ച്വൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് നമ്മുടെ ഈ എന്താ സ്റ്റോൺ യുഗം, ശിലായുഗത്തിന്റെ സമയത്ത് ചിന്തിച്ചു കഴിഞ്ഞാല് രാവിലെ നമ്മളൊന്നും ശേഖരിച്ചു വെക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, വെളിച്ചം വരുമ്പോൾ ആ സമയത്ത് നമ്മൾ നായാട്ടിന് ഇറങ്ങുന്നു, എന്താണ് കിട്ടുന്നത് അത് ആ സമയം കഴിക്കുന്നു. കഴിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ 12 1 മണിയൊക്കെ ആവും, ചിലപ്പോൾ അന്ന് 5 മണിയൊക്കെ ആയിട്ടായിരിക്കും. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ എന്തെങ്കിലും കഴിക്കുന്നോ മിക്കവാറും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ എഗെയിൻ നെക്സ്റ്റ് ഡേ ഇതേ റൂട്ടീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു 15 to 18 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരുന്നു ശീലം. സംഭരണം തുടങ്ങി, പിന്നെ കൃഷി വിപ്ലവം തുടങ്ങി, അങ്ങനെയൊക്കെ അതിൽ ഒരുപാട് മാറ്റം വന്നു. ഇപ്പൊ നമുക്ക് സംശയമായിരിക്കും എനിക്ക് ഇത്രയൊക്കെ ഉപവാസം നമ്മുടെ ബോഡിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതിന്റെ ഡെപ്തിലേക്കും ഞാൻ ഇന്ന് പോകുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഓട്ടോഫാജി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മീൻസ് ശരീരത്തിലത്തെ പ്രോട്ടീൻ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് വേർതിരിച്ച് വേറെ വേറെ സാധനങ്ങളാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി എടുത്തോ, ബിരിയാണിക്ക് അകത്തുള്ള വെജിറ്റബിൾ ബിരിയാണി ആണെങ്കിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പീസസും മാറിയിട്ട് വേറെ വേറെ ആക്കി വെച്ചിട്ട് എഗെയിൻ ഇത് റീകമ്പോസ് ചെയ്ത് വീണ്ടും ബിരിയാണി ആക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും വെജിറ്റബിൾ മസാലയും റൈസ് വേറെയും ഒക്കെ കുക്ക് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ശരീരത്തിന് ഓൾറെഡി ഉണ്ട്. എല്ലാം വേറെ വേറെ ആക്കും, എന്നിട്ട് പിന്നെയും അതിനെ റീയൂസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യം അതിനകത്തുനിന്ന് വേസ്റ്റ് വേണ്ടതൊക്കെ പോവുകയും ചെയ്യും. എക്സ്ട്രാ ആയിട്ടുള്ള ഡാൽഡയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കളയുകയും ചെയ്യും. മീൻസ് ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ശരീരത്തിന് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൂടിക്കൂടി വരുന്നതും ഈവൻ ഏജിങ്ങിന്റെ പോലും റീസൺ എന്നാണ് പറയുന്നത്. സോ നമ്മൾ അതിനെ ശീലിപ്പിക്കണം. അതിന് ഇതുവരെ നമ്മൾ 10 മണിക്കൂറാണ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അത് 11 മണിക്കൂറോ 12 മണിക്കൂറോ സ്ലോലി നമുക്കത് ഇംപ്രൂവ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ഈ 8 മണിക്കൂർ പണി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം, വിനോദം എന്നൊക്കെ പറഞ്ഞ് വീതം വെച്ചത് നമ്മൾ പിന്നെ വിപ്ലവങ്ങളൊക്കെ വന്ന് പലതും വന്നപ്പോഴാണല്ലോ. ഓക്കെ, താങ്ക് യു സാർ. അതുപോലെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. ഇന്ന് കഠിനാധ്വാനം ഒന്നുമില്ലല്ലോ. അതെ അതെ അതെ. ശരീരത്തെ സംഭരണശാലിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, അവിടെയാണ് ഈ പ്രശ്നം. പണ്ടെല്ലാം കൃഷിന്റെ കാര്യത്തില് സാറേ, പണ്ടെല്ലാം കൃഷിന്റെ കാര്യത്തിലെല്ലാം ശ്രദ്ധിക്കുമ്പോ പക്ഷികളെല്ലാം കൂടണയുമ്പോ കിടക്കുക, പക്ഷികളെല്ലാം കൃഷിക്ക് പോകും. അതാണ് ജോർജ് സാർ പറഞ്ഞത്, രാത്രിയും പകലും പ്രത്യേകിച്ച് മാറ്റമില്ലാത്ത കാലമായി പോയി. ഒരാൾക്കെങ്കിലും ശീല മാം, ലിയ മാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈകിപ്പിക്കാം. ശരി മാം, ഓക്കെ, താങ്ക് യു സനിൽ സാർ, വളരെ സന്തോഷം. സാർ നാളെ ഫ്രീ ആണോ വൈകുന്നേരം? സാർ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. സനിൽ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, അന്ന് ചെയ്യും. ഞാൻ അയച്ച ചിത്രങ്ങൾ കിട്ടിയില്ലേ? നാളെ ഫ്രീ ആണോ? നാളെ ചെയ്യാൻ സമയമുണ്ടോ സാർ? നാളെ ചെയ്യണോ? ഫ്രീ ആണോ? നാളെ ചെയ്യാൻ കുഴപ്പമില്ല. സാറിന് ചിത്രങ്ങൾ കിട്ടിയില്ലേ? നാളെ ലഹരൻ സാറിന്റെ കൂടെ ജപ്പാനിൽ ഒരു യാത്ര പോവാം. നാളെ വൈകുന്നേരം 7 മണി. ഓക്കെ സാർ, ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മള് താങ്ക് യു. ഗുഡ് നൈറ്റ്. ജപ്പാനിലേക്ക് ലഹരൻ സാർ പോയ യാത്രയുടെ വിവരണങ്ങളും
ആ യാത്രയിൽ നമുക്കും കൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കാം. വലിയ പ്രതീക്ഷയാണ്. ജപ്പാനിലെ കിമോണ അണിഞ്ഞ സുന്ദരികളെയൊക്കെ കാത്തിരിക്കാം ഇന്ന് രാത്രിയിൽ. നോക്കാം. ഉറക്കം കെടുത്തും എന്നർത്ഥം അല്ലേ? സാറേ നമുക്ക് പറ്റുന്ന പോലെ അത് കാണാം. ഓക്കെ, ബൈ. ഓക്കെ സർ, താങ്ക് യു. Bye.